59ാമത് യോഗത്തിലേക്ക് ഏവരെയും ആദരവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട കുടുംബയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK അവറുകളാണ്. വളരെ ശുഷ്കാന്തിയോടും ഉത്തരവാദിത്വബോധത്തോടും കൃത്യതയോടും കുടുംബയോഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുകയും നടത്തുകയും യഥാസമയം അതിൻ്റെ തീരുമാനങ്ങൾ അടിച്ചുകൊണ്ടുകയും കാര്യപരിപാടികൾ അറിയിക്കുകയും ചെയ്ത നമ്മുടെ സ്ഥലത്ത് താമസമില്ല സ്ഥലത്തു നിന്നാണെങ്കിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ മീറ്റിങ്ങുകൾ കൃത്യ സമയങ്ങളിൽ നടത്തി ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ പ്രത്യേകമായ താല്പര്യവും കഴിവുകളാണ്. പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയും നമ്മുടെ ഈ 59ാമത് വാർഷിക പൊതുയോഗത്തിൻ്റെ പ്രധാന സന്ദേശം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മോജോൺ അച്ഛനാണ്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് പോകുന്നില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ വൈദികരിലൊരാള്, മലങ്കര ഓർത്തഡോക്സ് സഭ മുൻ വൈദിക ട്രസ്റ്റി, ഓൾഡ് തിയോളജിക്കൽ സെമിനാരി പ്രൊഫസർ, പിന്നെ അനേകം സേവനങ്ങൾ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛനെ 1993 തൊട്ട് പരിചയമുണ്ട്. അന്ന് കാരാപ്പുഴ ഗീവറീസ് മാർ ഗ്രിഗോറിയോസ് സഭയുടെ വികാരിയായിട്ട് 2 വർഷത്തോളം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വളരെ അടുത്തിടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യ വിട്ട് ദക്ഷിണാഫ്രിക്കയിലും ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു.
നമ്മുടെ ഈ വർഷത്തെ സന്ദേശത്തിന് കുടുംബയോഗത്തിന് സന്ദേശം നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട എമ്മാനത്തിനെ ആർദ്രവുമായി കുടുംബയോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കുടുംബയോഗം സെക്രട്ടറി ശ്രീ തോമസ് ജേക്കബ് പരിക്കേട്ട കൃത്യതയോടെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുന്നതിനും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതിനും സമയാസമയങ്ങളിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ നമുക്ക് മെസ്സേജുകൾ തന്ന ഇത് നടത്തിക്കൊണ്ട് പോകാൻ മുന്നോട്ട് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ശ്രീ തോമസ് ജേക്കബ് ശ്രദ്ധിക്കുന്നു. ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ തോമസ് ജേക്കബിനെ ആർദ്രവുമായി സ്വാഗതം ചെയ്തു. നമ്മുടെ കുടുംബയോഗം ട്രഷറർ ശ്രീ ഷാജി വേലിക്കൊല്ലാട്ട് കണക്കുകൾ കൃത്യമായി അവതരിപ്പിച്ച് എല്ലാ വർഷവും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിനും നോട്ടീസുകൾ കൃത്യസമയത്ത് അയക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും യഥാസമയങ്ങളിൽ നമ്മളത് അറിയിച്ചുകൊണ്ട് ഈ കുടുംബയോഗം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ഷാജി വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷാജി വേലിക്കൊല്ലാട്ടിനെ ആർദ്രവുമായി സ്വാഗതം ചെയ്തു. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു കുടുംബയോഗമാണ്. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങൾ മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ വീടുകളിലായിരുന്നു, ഭവനങ്ങളിലായിരുന്നു. പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഭവനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും വന്നു ചേരുന്നതിനുള്ള സൗകര്യം പ്രമാണിച്ച് കുരിശുപള്ളി ഹാളിൽ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിപ്പോയി. എന്നാൽ ഈ വർഷം ഒരു വ്യത്യസ്തമായ രീതിയിൽ നടത്തണം, കുടുംബങ്ങളുടെ ഭാഗതയത്വം കൂടുതൽ ഉണ്ടാകണം എന്നുള്ള ഒരു താല്പര്യം കൂടിയാണ് ഈ മൃഗം ഈ സെൻറ്ററിലേക്ക് മാറ്റിയത്. ഇത്രയും പേര് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നിന്ന് പോകാതെ മുന്നോട്ട് പോകുന്ന ലക്ഷണം കാണുന്നുണ്ട്. പിന്നെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങളൊക്കെ എൻ്റെ ചുമതലകളിൽ കുറേ വർഷങ്ങളായിട്ടുണ്ട്. പുതിയ ആൾക്കാരെ പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും ട്രഷററായിട്ടൊക്കെ വരണം. കാരണം പുതിയ പുതിയ ആശയങ്ങളും എല്ലാം വിട്ടുവാലും നടത്തിക്കൊണ്ട് പോകുവാനും സാധിക്കണം. ഈ കുടുംബയോഗത്തിന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും, പ്രത്യേകിച്ച് വാർത്തയ്ക്ക് ഉണർന്നുകൊണ്ട് വന്നിരിക്കുന്ന പുനച്ചറയിൽ വന്നിരിക്കുന്ന അമ്മച്ചയും ഒക്കെ ചേർത്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ പ്രസംഗിക്കുന്നു.
ഈ വർഷത്തെ കുടുംബത്തിൻ്റെ മുഖ്യ പ്രഭാഷകനായി വന്നിട്ടുള്ള ഡോക്ടർ എം ജോണച്ചൻ, കുടുംബത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കുഞ്ഞുവച്ചാൻ, സെക്രട്ടറി തോമസ് ടീക്ക, മറ്റ് എൻ്റെ ഏറ്റവും സ്നേഹവും എനിക്ക് എല്ലാം പിന്തുണയും തരുന്ന എൻ്റെ സ്നേഹം തരുന്ന കുടുംബാംഗങ്ങളെ, ഞാനധികം വാക്കുകളൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളെടുക്കുന്ന ഓരോ മിനിറ്റും അച്ഛന് അനുവദിച്ചിരിക്കുന്ന സമയം നമ്മൾ കടന്നു കയറുകയാണ്. അതുകൊണ്ട് അച്ഛൻ്റെ സമയം ഞാൻ അവതരിച്ചതിന് എന്തെങ്കിലും വാക്കുകൾ ഈ സമയത്ത് സംസാരിക്കുന്നത് അപകീയാകും. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചോളാം. എനിക്കിത് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മൾ അനേക വർഷമായിട്ട് കുരിശുപള്ളിയുടെ ഹോളിലാണ് കുടുംബയോഗം നടത്താറുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ഒരു പ്രത്യേക ഒരു അഭ്യർത്ഥനയായിരുന്നു, നമുക്ക് ആ വേദി മാറ്റണം, നമുക്ക് കുറച്ചും കൂടെ നല്ല ആംബിയൻസ് വേണം, എന്നാലേ നമുക്ക് ആൾക്കാരെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ കമ്മിറ്റി ഒരു പ്രത്യേക ഒരു റിസ്ക് എടുക്കുകയാണ്. ഇത്രയും ദൂരം ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ കൊമറവും നമ്മുടെ ഈ ക്ലബിൻ്റെ മെമ്പറായ അബൂസി എബ്രാഹിമിൻ്റെ പേരിൽ നമ്മളിവിടെ ഈ ഹോള് ബുക്ക് ചെയ്തിരിക്കുന്നത്.
അതിലെനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് ഇത്രയും പേര് ഏകദേശം യോഗം നടന്ന് ഇത്രയും പേര് ഇവിടെ പങ്കെടുത്തതിൽ ഉള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. കൂടാതെ തുടർന്നും ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് എല്ലാവരും വന്ന് സഹകരിക്കും എന്നൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൊച്ചുകുട്ടിലെ അച്ഛൻ ബോംബെയിൽ ഇതിനു വേണ്ടി എല്ലാ വർഷവും വരുന്നതാണ്. പിന്നെ അമ്മച്ചി 96 വയസ്സുള്ള അമ്മച്ചി നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ വന്ന് ഈ പ്രായത്തിൽ ഇത്രയും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സ്പിരിറ്റ്. ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളത് ഉള്ള ഊർജ്ജം തരുന്നത് നിങ്ങളുടെ ഈ സഹകരണം മാത്രമാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത അവസരത്തിൽ സംസാരിച്ചോളാം. അച്ഛൻ്റെ സമയം അച്ഛൻ ചോദിച്ചു ഇപ്പോഴാണ് തുടങ്ങുന്നത് തന്നെ ചോദിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ വാക്കുകളുടെ സംസാരിക്കുന്നു. പ്രത്യേകം ഇത്രയും പേര് വന്നതിന് എൻ്റെ പ്രത്യേകമായി അതോ എൻ്റെ ടീമിൻ്റെ സപ്പോർട്ടിലേക്ക് എനിക്കൊന്നും ചെയ്യാനാകത്തില്ല. നിങ്ങൾക്കറിയാം ഞാൻ 100 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ പൂർണ്ണമായ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് അതിനുള്ള പ്രത്യേക സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് വാങ്ങിയ 12 പേരുണ്ട്. ഇവിടെ നിത്യശാന്തികളുടെ പേര് ഞാൻ ആദ്യം വായിക്കും. ശ്രീമതി തങ്കമ്മ ബേബി വാരിക്കാട് പെരുമ്പാവൂർ, ശ്രീമതി സൂസി വർഗീസ് വൈദ്യക്കൊല്ലാട് തൃശ്ശൂർ, ശ്രീമതി സൂസി ജോസഫ് ചക്കാലപ്പറമ്പിൽ, ശ്രീമതി രേണു ഫിലിപ്പ് കോയിപ്പുറം വാരിക്കാട്, ശ്രീമതി അമ്മിണി വൈദ്യക്കൊല്ലാട് മീനടം, ശ്രീമതി ശോശാമ ജോൺ വൈദ്യക്കൊല്ലാട്, ശ്രീമതി ആനി തോമസ് വാണിയപ്പുരക്കൽ കുടമാളൂർ, ശ്രീ തോമസ് എലിയാസ് കലൂർ, ശ്രീ സക്കറിയ വൈദ്യക്കൊല്ലാട് മീനടം, ശ്രീ സക്കറിയാസ് ജോസഫ് കല്ലുവലിക്കൽ വേളൂർ, ശ്രീ ജോയി വൈദ്യക്കൊല്ലാട് കണ്ണൂർ, ശ്രീ വിൻസൻ വൈദ്യക്കൊല്ലാട് കണ്ണൂർ. 12 പേര് നമ്മൾ വാങ്ങിപ്പോയിട്ടുണ്ട്. അച്ഛൻ ദൈവസന്നിധി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർക്കരുളണമേ. നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളെ സ്നേഹിക്കുന്നവനാ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന തിരുനാമമഹത്വത്തിനും അനുഗ്രഹത്തിനുമായിട്ട് ഭവിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കുടുംബയോഗത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരെ തിരുസന്നിധിയിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. മായ വാണിപ്പുരയ്ക്കൽ പുള്ളിച്ചറ ശ്രീമതി ഡെയ്സി ജോ 96 വയസ്സ് ആദരിക്കുന്ന കടനാണ്. Karuna
ശ്രീ കെ എ മാത്യു കൊച്ചുവീട്ടിൽ വായിക്കാൻ, ഓഡിറ്ററായിട്ട് ശ്രീ സുനിൽ സി ഫിലിപ്പിനെയും, രക്ഷാധികാരിയായ പ്രൊഫസർ സി എം സാറിനും കലാകായിക മത്സരങ്ങളും വിദ്യാഭ്യാസ അവാർഡുകളുടെ സമ്മാനം ബഹുമാനപ്പെട്ട രക്ഷാധികാരിയും ബഹുമാനപ്പെട്ട പ്രസിഡന്റും വിതരണം ചെയ്തു. പൊതുയോഗത്തിൽ വന്ന എല്ലാ അംഗങ്ങളും ശ്രീമതി ജാൻസി ജേക്കബ് നന്ദി അറിയിച്ചു. പ്രാർത്ഥനയുടെ യോഗം 1:30 അവസാനിച്ചു. അതിനുശേഷം ഉപയോഗസംബന്ധമായ പ്രശ്നങ്ങളുണ്ടായി. കുടുംബയോഗത്തിന് വേണ്ടതായ എല്ലാ സഹായ സഹകരണം നൽകുന്ന കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ടും കുടുംബയോഗത്തിന് വേണ്ടതായ എല്ലാ കുറവുകളും അനുദിനം മുന്നോട്ടിരിക്കുന്ന സമയത്തിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് പൊതുയോഗ സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. പാസ്സാക്കാൻ പറയുന്നത് എഴുതിയിട്ടില്ല, സെക്കൻഡ് ചെയ്യണം. സെക്കൻഡ് ചെയ്യാൻ പാസ്സാക്കാൻ പറയുന്നതാണ്. നല്ല റിപ്പോർട്ട് പാസ്സാക്കാൻ ആരാ പറഞ്ഞത്? സെക്കൻഡ് ചെയ്താൽ അവാർഡ് ലഭിച്ച 200 രൂപ. മാർക്ക് 18% ഇൻട്രസ്റ്റ് മെസ്സിയുടെ കാനറ ബാങ്ക് 6962. ട്രഷറി SBI 75,000, കാനറ ബാങ്ക് 3,36,953. അങ്ങനെ ആരെയും കടമയ്ക്ക് അതിപ്പോൾ നടത്താൻ വേണ്ടിയാണ്. നമുക്ക് വൈകിട്ട് നമുക്ക് പ്രായങ്ങളുണ്ട്. നമുക്ക് ഫുഡ് വിളിക്കാം. ആ ശരി, ഓക്കെ 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 ശരി. എട്ട് വർഷമായിട്ട് ഞാൻ ഈ പദവി അലങ്കരിക്കുകയാണ്. എന്തിനും ഒരു മാറ്റം ആവശ്യമാണ്. പുതിയ പുതിയ ആൾക്കാർ. അടുത്തതായ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ശ്രീ കെ എബ്രഹാം. അല്ല തമ്പി മാത്യു സക്കറിയ ആളന്തിയെ വിളിച്ചേ. വേറെ ആരെങ്കിലും സെക്രട്ടറി? സാബുസി ജോർജ് ചക്കാലപ്പറമ്പിൽ, ശ്രീ ഈപ്പൻ മാത്യു വൈക്കാട്ട് ചക്കാലപ്പറമ്പിൽ. എൻ്റെ പേര് പ്രേമ. ഞാൻ പാലിക്കാട്ടെ മരിച്ചുപോയ ബേച്ചാൻ്റെ മകളാണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. 2 ആൺകുട്ടികൾ. മൂത്ത മകന് 2 പേര് മാരീഡാണ്. മൂത്ത മകന് ദുബായിൽ. ഇവർ 2 പേരും ദുബായിലാണ്. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. രണ്ടാമത്തെ മകൻ ഡോക്ടറാണ്. 2 പേരും ഡോക്ടേഴ്സാണ്. ഒരാൾ ഇപ്പം കാർഡിയോളജി പഠിക്കുന്നത്. രണ്ടാമത്തെ മോളാണെങ്കിൽ ഫിസിഷ്യനാണ്. 2 പേരും ഡൽഹിയിൽ 2 കിലോമീറ്റർ 2.5 മണിക്കൂർ അപ്പുറത്തായിട്ട് മുസാഫർ നഗർ മെഡിക്കൽ കോളേജിൽ അവൻ DM ചെയ്യും കാർഡിയോളജി. വൈദിക്കല്ലാണ്. CBSE +2. പിന്നെ സാന്ദ്ര ജോർജ്.
അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ കുരിശുപള്ളിയിൽ നിന്നും ചെറിയ പള്ളിയിൽ നിന്നും ഒക്കെ മാറി ഈ കുമരകത്ത് മനോഹരമായ അന്തരീക്ഷത്തിൽ ഈ കുടുംബയോഗം നടക്കുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ഇവിടെ വന്നവരുടെ ഒക്കെ മുഖത്ത് ആ സന്തോഷം കാണുന്നുണ്ട്. ഈ കാലത്തിൽ നേരത്തെ ഈ യൂണിയൻ ക്ലബിൽ അംഗങ്ങളായിട്ടുള്ളവരോ അവരുടെ അതിഥികളായിട്ടുള്ളവരോ പലരും ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനും പലതവണ എൻ്റെ പല സുഹൃത്തുക്കളും ഒന്നിച്ച് കോട്ടയത്തുള്ള എൻ്റെ ആളുകൾക്ക് പലരും ഇവിടെ അംഗങ്ങളാണ്. അവർ ഒന്നിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ഈ മീറ്റിംഗ് കൂടാൻ പോകുന്നവർക്ക് ആലോചിച്ചായിരിക്കും ആ കായലിൻ്റെ തീരത്തൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ ആയിരിക്കും ആളുകളൊക്കെ വിചാരിക്കുന്നത് മീൻ പിടിക്കുന്നതൊക്കെ നോക്കിയിരിക്കുമോ അതോ നേരെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുമോ എന്നൊക്കെ വിചാരിച്ച. പക്ഷേ നമുക്ക് തമ്മിയാവുന്നത് നമ്മളൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ മീറ്റിംഗ് എന്നതായത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ കാലത്തേക്ക് പിന്നെ അങ്ങോട്ട് അങ്ങനെ നമ്മെ അവരുടെ കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്യാം. കോട്ടയത്തെക്കുറിച്ച് തന്നെയുള്ള ഏറ്റവും വലിയ വിശേഷങ്ങൾ പറയുന്നത് അഡ്വർടൈസ്മെന്റ് എഴുതി വെക്കുന്നതും എല്ലായിടത്തും പ്രസിദ്ധീകരിക്കുന്ന ദ ലാൻഡ് ഓഫ് ലാറ്റക്സ് ലെറ്റേഴ്സ് ആൻഡ് ലേക്സ്. ലാൻഡ് ഓഫ് ലേക്സ് ലെറ്റേഴ്സ് ആൻഡ് ലാറ്റക്സ്, അതാണ് കോട്ടയത്തിൻ്റെ പ്രത്യേകത. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് സൗത്ത് ആഫ്രിക്കയിൽ താമസിക്കുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം അയ്മനത്തുകാരന്. അദ്ദേഹം എനിക്കൊരു പോസ്റ്റ് അയച്ചിട്ടുണ്ട്. എങ്ങോ വന്നിട്ടുള്ള നിങ്ങൾ ചിലരൊക്കെ കണ്ടു കാണും. കോട്ടയത്തുള്ള താമസം ആയുസ് കൂട്ടുന്നു. ആരെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നു? ആരെങ്കിലും കണ്ടോ? കോട്ടയത്ത് താമസിക്കുന്നവർക്കാണ് ഏറ്റവും ആയുസ് കൂടുതൽ. ലോകത്തിൻ്റെ ഏത് കോണിലും മണ്ണ്, കാലാവസ്ഥ, ജലം എന്നിവയുടെ സ്വാധീനം കാരണം കോട്ടയത്ത് താമസിക്കുന്നവർക്ക് 100 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പുതിയ ഗവേഷണത്തിൽ കണ്ടെത്തി. കോട്ടയത്തിലെ മണ്ണിലെ ധാതുക്കൾ മനുഷ്യ ജീവിതത്തിൽ പുത്തൻ ആവേശം നിറയ്ക്കുന്നു. ശരീരത്തിന് ആവശ്യമായ എല്ലാ ധാതുക്കളും കോട്ടയത്തിലെ വെള്ളത്തിൽ ആനുപാതികമായി അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മലിനജലമാണെന്നാലും പറയുന്നില്ലെങ്കിൽ തിരിച്ചിലാറ്റിൽ വെള്ളം കുടിക്കുന്ന ആളുകൾ കോട്ടയത്തിലെ വെള്ളത്തിൽ എല്ലാ ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിൻ്റെ അകാല വാർദ്ധക്യം തടയുകയും മനുഷ്യനെ ദീർഘകാലം ചെറുപ്പമായി നിലനിർത്തുകയും ചെയ്യുന്നു. സോ കോട്ടയത്ത് കൊണ്ടുപോയി പോയി താമസിക്കുന്ന ആളുകളൊക്കെ കോട്ടയത്ത് വന്ന് താമസിക്കണം, ദൂരദേശങ്ങളിലല്ല താമസിക്കേണ്ടത്. കോട്ടയത്തിലെ കാലാവസ്ഥ പോലെ ലോകത്തിൻ്റെ ഒരു കോണിലും കാലാവസ്ഥയില്ല. ഇപ്പം ഈ മലയാളക്കാരൊക്കെ എഴുതുന്നത് തെറ്റല്ലേ? ഇവിടെ കുറച്ച് മഴ പെയ്യുന്നു, കൂടുതൽ മഴ പെയ്തിരിക്കുന്നൊക്കെ. കോട്ടയത്തെ കാലാവസ്ഥ മനുഷ്യൻ്റെ എല്ലുകളെയും ശ്വാസകോശങ്ങളെയും എപ്പോഴും ബലപ്പെടുത്തുന്നു. ശരീരത്തിൽ ഉടനീളം വേഗത്തിൽ പ്രചരിക്കുന്ന ഹൃദയരക്തത്തെ നേർത്തതാക്കുന്നു. മരുന്നില്ലാതെ മരുന്നില്ലാതെ 2 മാസം കോട്ടയത്ത് നിന്നാൽ ക്ഷയരോഗം, ആസ്മ തുടങ്ങിയ രോഗങ്ങൾ മാറാനുള്ള കഴിവ് ഇവിടുത്തെ കാലാവസ്ഥയ്ക്കുണ്ട്. കോട്ടയത്തെ മലയോര പ്രദേശത്തിലും മണ്ണിലും വെള്ളത്തിലും കാലാവസ്ഥയിലും ഈ ഗുണമുണ്ട്. ശുദ്ധമായ ഓക്സിജൻ ഇവിടെ കാണപ്പെടുന്നു. ഇത് മനുഷ്യന്റെ ശരീരത്തെ ഒരു രോഗത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. വിദേശികൾക്ക് കോട്ടയത്ത് താമസിക്കാൻ ആഗ്രഹമുണ്ട്. വിദേശികൾ നല്ല സ്ഥലങ്ങൾ ബുക്ക് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ജില്ലയിൽ വന്നു പോകുന്ന വിദേശികളുടെ എണ്ണം 25 ലക്ഷമാണ്. 3-4 മാസത്തോളം ഇവിടെ താമസിച്ചവർ ഒരു സ്ഥലവും സന്ദർശിക്കാതെ കോട്ടയത്തിലെ മണ്ണിൽ വിശ്രമിക്കുകയായിരുന്നു. ചെറിയ അസുഖങ്ങളൊന്നുമില്ലാതെ വിദേശത്തേക്ക് മടങ്ങി. ഒരു വർഷത്തിൽ 6 മാസം തുടർച്ചയായി ഇവിടുത്തെ മണ്ണിൽ തങ്ങുന്നത് ഒരാളുടെ ശരാശരി ആയുസ് വർദ്ധിപ്പിക്കുകയും പല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഓടുന്ന എഴുതിയ എന്താണെന്ന് അറിയില്ല. എന്തായാലും വായിച്ചപ്പോൾ വളരെ സന്തോഷമായിരുന്നു. നമ്മൾ കോട്ടയത്തിൽ താമസിക്കുകയാണെന്ന്. എൻ്റെ വീട് പത്തനംതിട്ട കുടുംബമാണ്. അവിടുന്ന് ഞാൻ 1976 പഴയ സെമിനാരിയിൽ പഠിക്കാനായിട്ട് വിദ്യാർത്ഥിയായിട്ട് വന്നത്. അക്കാലം മുതൽ ഇതുവരെയും 76 മുതൽ ഇവിടെ കോട്ടയത്ത് തന്നെയാണ് താമസിക്കുന്നത്. സെമിനാരി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സെമിനാരിയിൽ നിന്ന് ഉപരിപഠനത്തിനായിട്ട് എൻ്റെ
ഇന്ത്യ വിട്ടു ഓസ്ട്രിയയിൽ വിയന്നയിൽ, ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ അവിടെ പോയി കുറേ നാൾ താമസിച്ചു. 1982 മുതൽ 87 വരെ അവിടെ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തത്. വിയന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ജർമ്മൻ ഭാഷ പഠിച്ചു, ഫ്രഞ്ച് ഭാഷ പഠിച്ചു, ഫ്രാൻസിൽ കുറേ നാൾ പോയി താമസിച്ചു, ഇറ്റലിയിൽ കുറേ നാൾ പോയി താമസിച്ചു, ജർമ്മനിയിൽ താമസിച്ചു. ആ കാലഘട്ടത്തിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു. 1989 മുതൽ ഞാനിവിടെ പഴയ സെമിനാരിയിൽ പഠിപ്പിക്കാനായിട്ട് കയറുന്നു. അന്ന് ഇവിടെ പഠിപ്പിക്കും. 89 വൈദികനായിരുന്നു, എനിക്ക് സിംഹാസനായിരുന്നു. 1993 കാരാപ്പുഴ നമ്മുടെ ഇപ്പോഴത്തെ ബാബാതിരുവിനെ അവിടുത്തെ വികാരസ്ഥാനം മാറിയ അവസരത്തിൽ അദ്ദേഹം പ്രധാനായി മെത്രാപ്പൊലീത്തയൊക്കെ ആവുന്ന ആ സമയമായപ്പോൾ ഞാൻ കാരാപ്പുഴ ചാപ്പലിൻ്റെ വികാരിയായിട്ട് വന്നു. അത് ഈ കുമ്മനം പള്ളിയിലെ വികാരിയായിരുന്നു. നട്ടാശ്ശേരിയിൽ നിന്ന് കോട്ടയത്ത് അങ്ങനെ താമസിക്കുക. ഇപ്പോൾ പാറപ്പുഴയിൽ ഒരു വീട് വെച്ചിട്ടുണ്ട്, അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. നല്ല കാലാവസ്ഥയായതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നത് ശുദ്ധമായ ഓക്സിജനൊക്കെ ഉള്ളത്. ഈ പറഞ്ഞതുപോലെ ഇതിനകത്തൊക്കെ ഉള്ള ആ ഒരു നല്ല ഒരു അന്തരീക്ഷം കോട്ടയത്തുണ്ട്. നമുക്ക് ഈ പ്രദേശങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നിന്ന് ഈ വാരിക്കാട്ട് കുടുംബത്തിൻ്റെ മൂല കുടുംബം ചരിത്രമായിട്ട് ആരംഭിക്കുന്നത് കോട്ടയത്തിൽ തന്നെയാണ് എന്നുള്ളതിലും സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നുകൂടിയൊക്കെ കുട്ടികൾ പാട്ട് പാടുന്ന കഴിഞ്ഞ ഉടനെ അച്ഛന് പ്രസംഗിക്കാമെന്നത് ഞാൻ പ്രസംഗിക്കുന്നതല്ല. അതിനെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്നിച്ചൊന്ന് വന്ന് കൂടുതലായിട്ട് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒന്നിച്ച് വരാനായിട്ട് സാധിക്കുന്നു. കാണാതിരുന്ന ആളുകളൊക്കെ കാണാം. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് അതിന് പ്രയാസമില്ല. ബാംഗ്ലൂരിൽ നിന്ന് ചെയ്യുന്നു വന്നാലും അതുപോലെ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. പല പ്രദേശങ്ങളിൽ നിന്നാണ് എല്ലാവരും വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ വന്ന് കൂടുവാൻ സാധിച്ചത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢതരമാക്കുവാൻ സാധിക്കുന്നതിൽ സന്തോഷത്തോടുകൂടി ഈ സംഗമത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രായമുള്ളവർ മാത്രമല്ല, കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ നല്ല ആശംസകളും നേരുന്നു. പൂർവ്വകാലം മുതൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്ത് ക്രിസ്ത്യാനികളൊക്കെ വരുന്നത് ഒരു 4-ാം നൂറ്റാണ്ടിൽ. കോട്ടയം നല്ലൊരു പ്രദേശമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 15-16 നൂറ്റാണ്ടൊക്കെ ആവുമ്പോൾ അവർ വാണിജ്യ കേന്ദ്രമൊക്കെ ആയിട്ട് മർത്താവ് രാജാവിൻ്റെ കാലം മുതൽ അത്തിക്കുമ്പൂർ സാമ്രാജ്യം രാജ്യം ഉണ്ടായിരുന്നതിനെ തിരുവിതാംകൂറിനോട് സംയോജിപ്പിച്ചു. അപ്പോൾ വൈക്കം മുതലുള്ളതായ പ്രദേശങ്ങൾ മുഴുവനും ഈ ഒരു ഭരണത്തിൻ്റെ കീഴിൽ വരുന്ന നേരത്തെ ഉണ്ടായിരുന്ന പാണ്ഡ്യ രാജാക്കന്മാരൊക്കെ അവരൊക്കെ മാറി അങ്ങനെ കേരളത്തിലെ രാജാക്കന്മാരായി തിരുവിതാംകൂറിൻ്റെ ഭാഗമായി. അതിനൊക്കെ മുമ്പ് തന്നെ ഒരു 4-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ക്രിസ്ത്യാനികൾ കോട്ടയിൽ വന്ന് താമസിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരെ കുറവലിനാട്ടിൽ നിന്നോ കടുത്തുരുത്തിയിൽ നിന്നോ ഒക്കെയാണ് വന്നിട്ടുള്ളത്. കോതമംഗലത്തിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ള പുരാതന ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ നിന്ന് ഒക്കെ വന്നിട്ടുള്ള ക്രൈസ്തവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ നമുക്കൊക്കെ വരാനായിട്ട് നമ്മുടെ പിതാക്കന്മാർക്ക് വരാനായിട്ട് സാധിച്ചു. കോട്ടയം ചെറിയ പള്ളി ഇങ്ങനെയൊക്കെ വന്നെങ്കിലും വാണിജ്യമുണ്ടായിരുന്നു. കാട്ടങ്ങാടി വലിയ ഒരു കേന്ദ്രമായിട്ട് വ്യാപാര കേന്ദ്രമായിട്ട് മാറി. പുത്തനങ്ങാടി, കാരത്തങ്ങാടി, ആ വലിയങ്ങാടി ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഈ ക്രിസ്ത്യാനികളൊക്കെ ഒന്നിച്ച് താമസിക്കുന്നവർ അവർക്ക് വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഉള്ളിൽ ഭിന്നതകളും അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ തെക്കുംകൂറും വടക്കുംകൂറും ഉണ്ടായിരുന്നു. അതായത് കുറേ ജ്ഞാനായ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. അവിടെ ആ തെക്കും ഭാഗരെന്ന് വിളിക്കുന്നത്. അതുപോലെ വടക്കും ഭാഗരുണ്ടായിരുന്നു. അവരാണ് ഇവിടെ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. അപ്പോൾ ഈ തെക്കും ഭാഗരും വടക്കും ഭാഗരും എല്ലാവരും ഒന്നിച്ച് താമസിച്ചു. അപ്പോഴാണ് ഒരു പള്ളി വെക്കണമെന്ന് ആഗ്രഹം തോന്നുന്നത്. 1540 ആവുമ്പോൾ വലിയ പള്ളി, കോട്ടയം വലിയ പള്ളി പണിയുന്നു. അത് ആദ്യം പണിയ പള്ളി. ആ വലിയ പള്ളിയിൽ ആളുകൾ താമസിക്കുന്നു. പക്ഷെ അത് കൂടുതലും ഈ തെക്കും ഭാഗങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു പള്ളിയായിട്ട് ദേവാലയമായിട്ട് അത് മാറും. മറ്റേ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വലിയ പങ്കൊന്നുമില്ല. അപ്പോൾ അവിടെ 2 പേർഷ്യൻ കുരിശുകളുണ്ട്. ചില ആളുകൾ പറയുന്നത് ഇവരൊക്കെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായതാകാം, ശത്രുക്കളുടെ അക്രമം ഉണ്ടായതാകാം, കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോരുന്നതിനെ അവരുടെയൊക്കെ ടോം സ്റ്റോൺ എന്ന് പറഞ്ഞ ഈ കല്ലറയിലും അല്ലെങ്കിൽ ആ പള്ളിയിലുമൊക്കെ വെക്കുന്നതായ കുരിശുകളും അതുപോലുള്ള സാധനങ്ങളും ഒക്കെ അവിടെ എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ കൊണ്ടുവന്നാണ് വലിയ പള്ളിയിലുള്ള 2 പേർഷ്യൻ കുരിശുകളെന്ന് പറയാറുണ്ട്. അതല്ല, വലിയ പള്ളി സ്ഥാപിച്ചപ്പോൾ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് മുമ്പേ ഉണ്ടായിരുന്ന 2 കുരിശുകൾ ആ വലിയ പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് അറിയാം. അവിടെ 2 കുരിശുകളൊക്കെ ഉണ്ട്.
താഴത്തെ 2 ത്രോമോസിലാണ് ആ കുരിശ് കല്ലയിൽ കുത്തിയിട്ടുള്ളതായ കുരിശ്. അത് വളരെ ഫേമസ്, 8-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ കുരിശുകളാണെന്നാണ് പറയുന്നത്. അത്രയും ഒരു കുരിശ് മൈലാപ്പൂരിലുണ്ട്, ഒരു കുരിശ് കടമറ്റത്തുണ്ട്, ഒരു കുരിശ് ഇവിടെ മട്ടുച്ചിറ നമ്മൾ കടത്തിരിക്കുന്നത് ആ പ്രദേശത്തുണ്ട്. ഇങ്ങനെ അവിടെ ഒക്കെയുള്ള പള്ളികളിൽ വെച്ചിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് കോട്ടയം വലിയ പള്ളിയിൽ ഇരിക്കുന്നതായ കൽക്കുരിശ്. അതൊക്കെ ക്രൈസ്തവരുടെ പൗരാണികതയെ, പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്ന ആ വിശ്വാസത്തെയും ആ പാരമ്പര്യത്തെയും ആ ബന്ധത്തെയും സൂചിപ്പിക്കുന്നതാണ് കൽക്കുരിശുകളൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴാണ് ആളുകളുടെ എണ്ണം കൂടുന്നു, വരുന്ന താമസിക്കുന്ന പുതിയ ഫാമിലി ആകുന്നു. അപ്പോൾ വലിയ പള്ളി മാത്രം ഒക്കുന്നില്ല, അതുപോലെ തന്നെ ഒരു പള്ളി പണിയണമെന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ വിചാരിച്ചു. അങ്ങനെയാണ് 1979 ദൈവമാതാവിൻ്റെ നാമത്തിൽ കോട്ടയിൽ ചെറിയ പള്ളി ഉണ്ടാവുന്നത്. അത് ചെറിയ പള്ളി എന്നാണ് അതിനെ വിളിച്ചത്. പള്ളിയുടെ വലിപ്പം കൊണ്ട് ചെറുതായതുകൊണ്ടൊന്നുമല്ല. മറ്റേത് പഴയ പള്ളിയാണ്. അതിനോട് ആദരവ് കാണിക്കണം, അതിനോട് ബഹുമാനിക്കണം. കാരണം പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചതായ ദേവാലയം. അപ്പോൾ അത് വലിയ പള്ളിയുമായി ഇതിനോട് തിരിഞ്ഞു വന്ന ആളുകൾ പുതിയ പള്ളി പണിതപ്പോൾ അത് ചെറിയ പള്ളിയുമായി. പിന്നെ ചെറിയ പള്ളിയിൽ ഇപ്പോൾ കുറേ അധികം പള്ളികൾ കോട്ടയത്ത് തന്നെ ഉണ്ടായി. കോട്ടയത്ത് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളോടുകൂടി 25ഓളം പള്ളികൾ ഇപ്പോൾ കോട്ടയം അടുത്ത പ്രദേശങ്ങളിലായിട്ടുണ്ട്. കോട്ടയം പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലുമായിട്ട് 25-ലധികം പള്ളികൾ നമ്മുടെ പള്ളികളായിട്ടുണ്ട്. ഈ ആളുകളുടെ എല്ലാം ഒരു പൊതു പൈതൃകമുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇപ്പം ഈ കുടുംബയോഗത്തിൻ്റെ ചരിത്രം എൻ്റെ ഉണ്ടായിരുന്നു. അത് ഞാൻ തമ്മിലും തന്നു. അത് ഞാനിപ്പോൾ വായിക്കുന്ന അവസരത്തിൽ ആ കുടുംബയോഗത്തിൽ എല്ലാ കുടുംബയോഗങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും ഓർത്തഡോക്സുകാരുണ്ട്, യാക്കോബായക്കാരുണ്ട്, റോമൻ കത്തോലിക്കരുണ്ട്, സുറിയാനി ക്രിസ്ത്യാനികളുണ്ട്, അല്ലാത്ത മലങ്കര സഭക്കാരുണ്ട്, അത് കഴിഞ്ഞ് CSI ഉണ്ട്, മാർത്തമാരുണ്ട്. ഈ ആളുകളെല്ലാം ഈ കുടുംബങ്ങളിൽ വരുന്ന. കാരണം ആദ്യകാലത്ത് അങ്ങനെയൊന്നും ചേരിതിരിവോ വിഭജനമോ ഇല്ലായിരുന്നു. പക്ഷെ ചരിത്രത്തിലുണ്ടായതായ പല കാരണങ്ങൾ കൊണ്ട് ഈ സഭകളൊക്കെ, ഈ വിശ്വാസ സമൂഹം 2ഓ 3ഓ ആയിട്ടൊക്കെ വേർപിരിയുകയാണ്. 1-ാം നൂറ്റാണ്ടിലോ മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്ന് സഭ സ്ഥാപിച്ചു നമ്മൾ പറയുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ 4 കുടുംബങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളെ ആക്കി. ആ 4 കുടുംബങ്ങളും ബ്രാഹ്മണ കുടുംബങ്ങളായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. 1, 2, 3, 4 നൂറ്റാണ്ടുകളിൽ എഴുതിയിട്ടുള്ള ചരിത്ര രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മാർത്തോമാ ശ്ലീഹ വന്ന് 4 ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളെ ആക്കി എന്നുള്ളതാണ്. 180-നോടടുത്ത് അലക്സാന്ദ്രിയയിലെ, അതായത് ഇപ്പോഴത്തെ ഈജിപ്തിലെ, അവിടുത്തെ ഇന്നത്തെ തലസ്ഥാനം അലക്സാന്ദ്രിയയിൽ ഉണ്ടായിരുന്ന വേദശാസ്ത്ര വിദ്യാലയത്തിൻ്റെ അധിപനായിരുന്ന പന്തേലിയോസ് എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. തിയോളജി. അദ്ദേഹം 180-നോടടുത്ത് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ വന്ന അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ, മലബാറിൽ, ഇന്ത്യയിൽ വന്നു, ക്രിസ്ത്യാനികളെ കണ്ടു. അവിടെയുള്ള ബ്രാഹ്മണരുമായിട്ട് അദ്ദേഹം സംവേദനത്തിൽ ഏർപ്പെട്ടു. അവരുമായിട്ട് ചർച്ചകളൊക്കെ നടത്തി. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ കാണുന്നു. അതുപോലെ തന്നെ ബർത്തുൽമായുടെ പേരിലുള്ളതായ ഒരു സുവിശേഷം അവിടെ ബർത്തുൽമായി കൊണ്ടുവന്നാണെന്നത് മത്തായി എഴുതിയതായ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ കൈയെഴുത്ത് നോക്കി നമ്മളൊക്കെ എഴുതുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നമ്മുടെ ഒരു പൊതു പാരമ്പര്യമാണ് 52-ൽ AD 52-ൽ മാർത്തോമാ ശ്ലീഹകൾ വന്നുള്ളത്. ആ കാലം മുതൽ തന്നെ ക്രൈസ്തവ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. 4, 5, 6, 7, 8 നൂറ്റാണ്ടുകളിലൊക്കെയുള്ള പല ചരിത്ര രേഖകളും അത് തെളിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ ഈ കുടുംബ ചരിത്രങ്ങളും ഒക്കെ എഴുതി പഠിക്കാറുണ്ട്. അങ്ങനെ അറ്റത്തേക്ക് ചെല്ലുമ്പോൾ, ആദിമകാലത്തേക്ക് ചെല്ലുമ്പോൾ 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ഒക്കെയുള്ള കുടുംബങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ മാർത്തോമാ ശ്ലീഹായുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 15-ാം നൂറ്റാണ്ടൊക്കെ ആവുമ്പോഴാണ് ഈ വാസ്കോ ഡി ഗാമ പോർച്ചുഗീസുകാർ വരുന്നു. 1498-ൽ വാസ്കോ ഡി ഗാമ വരുന്നു. അത് കഴിയുന്ന ഉടനെയാണ് റോമൻ കത്തോലിക്കർ വരുന്നു. അപ്പോൾ ഒരു സിനോദോസൊക്കെ കൂടി ഈ ആളുകളെല്ലാം റോമ പാപ്പായുടെ അധീനതയിലേക്ക് വരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ. അത് കഴിയുന്ന ഉടനെ അതിനോട് എതിർപ്പുണ്ടാകുന്നു. പൂരൻകുരിശ് സത്യം ചെയ്യുന്നു. 1653 ക്രൈസ്തവ സമൂഹം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. ഒന്ന് റോമൻ കത്തോലിക്ക സഭയുടെ ആധിപത്യത്തിൽ നിൽക്കുന്നു, മറ്റേ ഒന്ന് വിഭജിച്ചു. പക്ഷേ ഇവരുടെ 2 പേരുടെയും പിതാവ് മാർത്തോമാ ശ്ലീഹ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പെന്തക്കോസ്തിൽ പോയാലും
അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ പിതാവ് തന്നെയാണ്. അതുപോലെ തന്നെ വന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ സമയമാകുമ്പോൾ CMS മിഷണറിമാർ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനങ്ങൾക്കുള്ള സഭയിൽ പിന്നെയും ചേരിതിരിവുകൾ ഉണ്ടാകുന്നു. ആംഗ്ലിക്കൻ വിഭാഗമായിട്ട് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ മാറിപ്പോകുന്നു. അവർ ഈ കൊല്ലാട്ടം, പള്ളത്തും, മല്ലപ്പള്ളിയിലും കോട്ടയത്തും ഒക്കെ പള്ളികൾ സ്ഥാപിക്കുന്നു. ബേക്കർ, ഡെയിലി, നോർട്ടൺ തുടങ്ങിയ സാഹിത്യന്മാരൊക്കെ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അറിയാം, പലരും ബേക്കർ സ്കൂളിലൊക്കെ പഠിച്ച ആളുകളുണ്ട്. ബെഞ്ചമിൻ ബേക്കി വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, സെമിനാരിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ സമയത്താണ് കോട്ടയം ചെറിയ പള്ളിയിൽ വികാരിയായിരുന്ന പുന്നത്ര ഗീവർഗീസ് ജോർജ് കത്തനാർ, അദ്ദേഹത്തെയാണ് പുന്നത്ര മാർ ദിവനാസ്യോസ് എന്ന് പറഞ്ഞുകൊണ്ട് 1818 മെത്രാപ്പൊലീത്തയായിട്ട് വാഴിക്കുന്നത്. അത് ബ്രിട്ടീഷുകാരുമായിട്ട് അദ്ദേഹം നല്ലോണം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. കോട്ടയം ചെറിയ പള്ളി ഇടവകക്കാരനായിരുന്നു, ചെറിയ പള്ളി വികാരിയായിരുന്നു. അദ്ദേഹമാണ് ഈ പറഞ്ഞതുപോലെ കുറേ അധികം കാര്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഉപയോഗ്യമാകുന്ന രീതിയിൽ ഈ സായിപ്പന്മാരെ സ്വാധീനിച്ചിട്ട് നമുക്കായിരുന്ന കേരള മൺറോ, അത് കഴിഞ്ഞ് അതുപോലുള്ളതായ ബ്രിട്ടീഷ് അധികാരികൾ അവരുടെയൊക്കെ സ്വാധീനത്തിൽ നസ്രാണികൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാനായിട്ടും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും പുന്നത്ര ദിവനാസ്യോസ് വളരെയധികം അധ്വാനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് സഭയിൽ വീണ്ടും ഒരു ഭിന്നത ഉണ്ടാകുന്നു. CMSകാരിൽ കുറേ ക്രിസ്ത്യാനികൾ കൂടുതൽ പോയി, അങ്ങനെ വീണ്ടും ഒരു ഭിന്നുണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് 1775 മാർത്തോമാ സഭ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ആ ആളുകളും പിന്നീട് 2 സഭയാകുന്നു. 1912 കാതോലിക്കയെ സ്ഥാപിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സഭയിൽ ഭിന്നതയുണ്ടാകുന്നു. യാക്കോബായ ഓർത്തഡോക്സ് എന്നുള്ളതായ ഭിന്നതയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സഭകളെല്ലാം ഒരു സഭയുടെ ആരംഭത്തിൽ നിന്ന് ഒരു പിതാവിൽ നിന്ന് ഉണ്ടായിരുന്നതായ സഭകളാണ്. നാം ഇന്ന് വ്യത്യസ്ത കമ്മ്യൂണിറ്റികളായിട്ട് നിൽക്കുന്നെങ്കിൽ ഓർത്തഡോക്സുകാരായിട്ടോ, യാക്കോബായക്കാരായിട്ടോ, മലങ്കര കത്തോലിക്കരായിട്ടോ, സിറിയൻ കാത്തലിക്സ് ആയിട്ടോ, മറ്റുള്ള വേറെ ഏതെങ്കിലും സഭാ വിഭാഗമായിട്ട് CSI ആയിട്ട് മാർത്തോമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിലും എല്ലാവരും മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിൻ്റെ അവകാശികളാണ്. നമ്മളുടെ എല്ലാവരുടെയും പൊതുപിതാവാണ് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ. മാർത്തോമാ ശ്ലീഹായുടെ ഭയങ്കരമായ ഭക്തി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവർ അപ്പോൾ മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു. നമ്മുടെ ഈ പഴയ വീടുകളിൽ, കുടുംബങ്ങളിലൊക്കെ നോക്കിയാൽ മാർത്തോമാ ശ്ലീഹായുടെ തോമ എന്നുള്ള പേരിനോട് തന്നെ ഭയങ്കര ഭക്തി ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ വീട്ടിലും കാണും തോമ എന്ന പേരുള്ള എടുത്ത്. തോമ എന്നോ, ടോമെന്നോ, തുമ്മിയെന്നോ, ഉമ്മലെന്നോ ഒക്കെയുള്ള പേരുകളെല്ലാം തോമസ്ലിയുടെ പേരുകളാണ്. ആ പേരുകളുമായിട്ട് ഒരു വൈകാരിക ബന്ധം മാർത്തോമാ ശ്ലീഹായുണ്ട്. നമ്മുടെ രക്തത്തിലുള്ളതാണ്. മാർത്തോമാ ശ്ലീഹായുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം. ആ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പേരുകൾ, ആ പേര് നമ്മൾ സ്വീകരിക്കുന്നത്. അതിൽ ഭാഷയോടുള്ളതായ ഒരു ബന്ധം, അടങ്ങാത്ത ഒരു ബന്ധം, ആത്മബന്ധം ഈ സുറിയാനി ഭാഷയുമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പത്തനംതിട്ട ഈ മനോരമയുടെ 4 എന്ന് പറയുന്ന പരിപാടിയിൽ സിറ്റി ചാണ്ടിസാർ, സഭാകവി സിറ്റി ചാണ്ടിസാർ, മലങ്കരയുടെ സഭയുടെ ആരാധനാ ഗാനങ്ങളൊക്കെ എഴുതിയാവും. അദ്ദേഹത്തെ കുറിച്ച് ഒരു സെമിനാർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗാനങ്ങളൊക്കെ വരുന്ന അവസരത്തിൽ ഈ ചാണ്ടിസാറിനെ കുറിച്ച് അനുസ്മരിച്ച അവസരത്തിൽ ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ ഉണ്ടായിരുന്ന നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം സുറിയാനിയിലായിരുന്നു. നമുക്കൊന്നും മനസ്സിലാക്കുന്നൊന്നുമില്ലായിരുന്നു. പക്ഷെ പള്ളിയിൽ പോകുവാൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത് ഈ CMS മിഷണറിമാർ വന്നതിന് ശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യശതകത്തിൽ 1740 പാലക്കാട് ഇബ്രാഹിം എൽപ്പാന ആദ്യം ഒരു ട്രാൻസ്ലേഷൻ വരുത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പരിമള തിരുമേനി, പുതുക്കോട്ടി തിരുമേനി, അതൊക്കെ കഴിഞ്ഞ് ഓട്ടശ്ശേരി തിരുമേനിയുടെ കാലമായി. അത് കഴിഞ്ഞ് 1940, 45, 50 ഒക്കെ ആകുമ്പോഴാണ് ഈ വേദപുസ്തകവും പ്രാർത്ഥനാ ക്രമങ്ങളും ഒക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് തന്നെ. അതിനു മുമ്പ് എന്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? നമ്മുടെ ഗ്രാമങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അവിടെ പോയി നിൽക്കും, അച്ഛന്മാരും പ്രാർത്ഥനകൾ ചൊല്ലും, മന്ത്രം ചൊല്ലുന്നവർ, അങ്ങനെയല്ലേ ഇപ്പം ക്ഷേത്രത്തിൽ നടക്കുന്നത്, ഹിന്ദു ക്ഷേത്രങ്ങളിലെല്ലാം ചെയ്യുന്നത്. അവിടെ ഒരു പൂജാരിയുണ്ട്, പൂജാരി ശ്രീകോവിലിനകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കുകയോ പൂജാരിക്കുകയോ എന്തെങ്കിലും നിവേദിക്കുകയോ ഒക്കെ ചെയ്യും. ബാക്കി ചെല്ലുന്ന ആളുകളെല്ലാം അവിടെ നീലാശം പറയുകയാണ്. ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും അവിടെ
ഇങ്ങനെ കൈകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് തന്നെയായിരുന്നു നമ്മളും 19 നൂറ്റാണ്ട് കാലം ചെയ്തുകൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് പള്ളിയിൽ പോവുക, രാവിലെ എണ്ണിച്ച് പള്ളിയിൽ പോകണം, കുളിച്ചൊരുങ്ങി ശുദ്ധി വരുത്തി, ദേഹത്തിനും മനസ്സിനും എല്ലാം ശുദ്ധി വരുത്തി പള്ളിയിലേക്ക് പോകണം, ആരാധനയിൽ ചെന്ന് സംബന്ധിക്കണം. അവിടെ പറയുന്ന സുറിയാനിയൊന്നും മനസ്സിലാവത്തില്ല, പക്ഷെ സുറിയാനി കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ട് അതൊക്കെ മനസ്സിലാവും. ഇതായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ ഒരു ഭക്തിയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് ജീവിച്ചത് കൊണ്ടാണ് ഇന്നും ആ ഭക്തിയുണ്ടല്ലോ. മർത്തമാസ്തുകയുടെ കാലം മുതലുള്ളതായ സുറിയാനി ഭാഷയാണെങ്കിൽ എന്താ, ലത്തീൻ ഭാഷയാണെങ്കിൽ എന്താ, ഏത് ഭാഷയാണെങ്കിലും അത് ഇപ്പോഴാണ് നമ്മൾ പറയുന്നത്. ഈ പ്രൊട്ടസ്റ്റന്റ് സ്വാധീനമൊക്കെ വന്നതിന് ശേഷമാണ് പറയുന്നത് പള്ളിച്ചെല്ലുന്നത്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുഴുവൻ നമുക്ക് മനസ്സിലായതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്ന ഒന്നും അറിയാൻ വയ്യാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്. അവിടെ ചെന്നിരിക്കുന്ന ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്, ഭയങ്കര ബഹളമാണ്. ഇതൊന്നും കേൾക്കുന്ന കാര്യമൊന്നുമില്ല. അതൊന്നും അല്ല നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ ഈവർഗീസിന്റെ ബാബാന്റെ പേര് കുറിച്ചിയുടെ ബാബ നമ്മുടെ ഈ കുർബാന ലഭിക്കുന്ന അവസരത്തിൽ ശമാശമാരോട് പറയും, പഠിപ്പിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടൊരു കാര്യം, അതായത് ഈ സുറിയാനിയിൽ കുറേ കുർബാനയിൽ കുറേ സുറിയാനി വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് വന്നിട്ട് ഈ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി എന്ന് പറയുന്നതായ ഒരു ഭാഗമുണ്ടല്ലോ. അവൻ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി നുറുക്കി എന്ന് പറയുന്നത് തന്നെയാണ് സുറിയാനിയിൽ പറയുന്ന പാറയെ കാമീശ് എന്ന് പറഞ്ഞിട്ട് അച്ഛന്മാർ നീട്ടി ചൊല്ലുന്നത്. അപ്പൊ ബാബാദേവിയോട് ചോദിച്ചു, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സീനിയറായിട്ടുള്ള വൈദ്യർ, ഒരു തിരുവേലി എന്തിനാ ഇതിങ്ങനെ പറഞ്ഞേച്ച് പിന്നെ ഈ സുറിയാനി തന്നെ ചൊല്ലുന്നു. അപ്പൊ തിരുവേലി പറഞ്ഞിട്ടാണ് അറിയാം, അതൊരു മന്ത്രമാണ്. മന്ത്രം ചൊല്ലുന്നത് പോലെ നമ്മൾ ചൊല്ലുക. ക്ഷേത്രങ്ങളിൽ ചെല്ലുന്ന പൂജകൾ നടത്തുന്ന അവസരത്തിൽ, ആരാധന നടത്തുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്നതായ ചില മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾക്ക് വ്യാഖ്യാനം കൊടുക്കുവാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. അങ്ങനെയുള്ളൊരു മന്ത്രമായിട്ട് അതിലെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ കണക്കാക്കിക്കൊണ്ടിരുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ ജീവിച്ചത്. ഈ കുടുംബത്തിൽപ്പെട്ട 2 പിതാക്കന്മാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള പിതാക്കന്മാരാണ്. അഭിമന്യ തേഫിലോസ് തിരുമേനി, അഭിമന്യ അത്താനാസ്യോസ് തിരുമേനി. നമ്മുടെ 1976 ഞാൻ സെമിനാരിയിൽ പഠിക്കാൻ വന്നു. അതിന് മുമ്പേ ഡിഗ്രിക്ക് പഠിക്കുന്നത് തിരുവനന്തപുരത്ത് മാർഗനീസ് കോളേജിലാണ്. അപ്പോൾ NGOCSകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് NGOCSന്റെ പ്രസിഡന്റ് തേഫിലോസ് തിരുമേനി. ആ കാലം എനിക്ക് വലിയ വാത്സല്യമാണ്. ഞാൻ NGOCSന്റെ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് മറ്റു പല ചുമതലകളും അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. അന്ന് മുതലുള്ളതായ ഒരു വാത്സല്യം തേഫിലോസ് തിരുമേനി എന്നോട് കാണിക്കുമായിരുന്നു. മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്തന്മാർ വളരെ അന്തസ്സോടുകൂടി പെരുമാറുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന വളരെ ഉന്നതമായ വാക്കുകളായിരുന്നു അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് തന്നെ പറയുമ്പോൾ 4 ബ്രാഹ്മണ കുടുംബങ്ങളിലെ എന്താണ് അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരുടെ ഭാഷ ശ്രദ്ധിച്ചിട്ടില്ലേ? ദേവഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. സംസ്കൃതത്തിൽ അവർ പറയുന്നതായ ശ്ലോകങ്ങൾ, വേദം ചൊല്ലുന്നതായ നാവുകളാണ് അവർക്കുള്ളതെന്ന് പറയും. അതിൽ നിന്ന് അധർമ്മമോ തിന്മയോ ഒന്നും വരില്ല. ചീത്ത വാക്കുകൾ ഉപയോഗിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, 25 വയസ്സ് 22 വയസ്സുള്ളപ്പോൾ മുതൽ തേഫിലോസ് തിരുമേനിയെ പരിചയമുണ്ട്. അദ്ദേഹം കാലം ചെയ്യുന്ന ആളത്തിന് ഞാൻ ചെന്ന് സംബന്ധിച്ചായിരുന്നു. ആ ഒരു ദീർഘമായ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴോ അദ്ദേഹം വേറെ ആരെക്കുറിച്ചെങ്കിലും സംസാരിക്കുമ്പോഴോ ആകാത്തതായ ഒരു വാക്കും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വളരെ ഭംഗിയായിട്ട്, വളരെ സൗമ്യമായിട്ട്, വളരെ അന്തസ്സോടുകൂടി അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതോടെ ഞാൻ പോയി കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ജർമ്മനിയിലൊക്കെ വരുമായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റു പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് മാളിലൊക്കെ ആ അവസരത്തിലൊക്കെ അദ്ദേഹം പെരുമാറുന്നതും അദ്ദേഹത്തിൻ്റെ ആ നടപ്പും അദ്ദേഹത്തിൻ്റെ ആ അന്തസ്സോടുകൂടി പെരുമാറ്റം വളരെ അനുഗ്രഹകരമായിട്ട്, വളരെ മാതൃകാപരമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ആലോചിക്കുന്ന സെമിനാരിൽ താമസിക്കുമ്പോഴും പഴയ സെമിനാരികളും താമസിക്കുന്നു, പുതിയ സെമിനാരികളും താമസിക്കുന്ന സെമിനാരി എനിക്ക് അദ്ദേഹത്തോട് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടുത്തുകാരനാണെന്ന് അറിയാം, ചെറിയ വലിയ ലോകക്കാരനാണെന്ന് അറിയാം, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും വീട്ടുകാരും എല്ലാം നിങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ തമ്മിയൊക്കെ അവിടെ ആലുവായത്തിൻ്റെ സെമിനാരത്തിൻ്റെ വരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അവസരം ഞാൻ തിരുവേനോട് ഒരിക്കൽ ചോദിച്ചത്, തിരുവേനി കാലം ചെയ്യുന്ന തിരുവേനിയുടെ ആഗ്രഹം എന്താണ്? ഈ അടുത്തുള്ള കുടുംബ സെമിനാരി പോയി കിടക്കണമെന്നാണോ,
അതോ ഈ പഴയ സെമിനാരിയിലെ ഒരു കിടക്കണമെന്നാണോ ഇവിടെയാണോ തിരുവനന്തപുരം ആഗ്രഹം എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു. എനിക്ക് വളരെ സ്നേഹം തോന്നിയില്ല. എനിക്ക് കാരണം ഈ വഴക്കൊക്കെ അല്ലേ ഇത് നടക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ എപ്പോഴും അറിയാവുന്ന ആളുകളുടെ ഇടയിൽ ആളുകളൊന്നും കിടക്കുന്നു. അപ്പോൾ തിരുവനന്തപുരം എന്നോട് പറയാറ്, അച്ഛാ നമ്മളും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ കിടന്നാൽ എന്താ, നമ്മൾ പ്രതീസായി കാണുന്നല്ലേ വലതുഭാഗത്തെ കളിക്കൊണ്ട് കർത്താവ് പറഞ്ഞത്, നീ ഇന്നോടുകൂടെ പ്രതീസായിരിക്കുന്നില്ലേ പറഞ്ഞു. പിന്നെ നമ്മൾ എവിടെ കിടന്നാൽ എന്താ, അനുഭവക്കാരില്ല, കൊട്ടയക്കാരില്ല, കൊടുത്തൊക്കെ ആയിരുന്നു. അതിന് വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം അതൊക്കെ വളരെ അദ്ദേഹത്തിന് പ്രായമായ 96 വയസ്സില്ല അദ്ദേഹം കാലം. ആ ഒരു കാലത്തിൽ അതിന് 2-3 വർഷം മുമ്പുള്ള അദ്ദേഹത്തിന്റെ ചിന്തയാണ് ഞാൻ പറഞ്ഞത്. അത്രമാത്രം പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ പിതാക്കന്മാരെയൊക്കെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത അതാണ്. നമുക്കൊക്കെ എന്തെല്ലാം സംഭവിക്കാം, എങ്ങനെയെല്ലാം ആയിത്തീരാം, നമ്മളുടെ ശ്വാസം പോകുന്നത് എങ്ങനെയാവാം. പക്ഷേ അതിനെ ദൈവഹിതമായി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കിടന്നാൽ എന്താണ് എന്നുള്ളൊരു ചിന്ത, അതൊരു നിസ്സംഗതയാണ്. ആ നിസ്സംഗതയാണ് അദ്ദേഹം കാണിച്ചത്. ആ നിസ്സംഗതയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. 1953 ഈ നമ്മുടെ വട്ടക്കുന്നിലെ ബാബാക്കുന്ന സമയത്ത് മെത്രാൻ സ്ഥാനത്തേക്ക് വരേണ്ടിയ ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അന്ന് മെത്രാനാകാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് ഇതിനൊന്നും അദ്ദേഹത്തിന് വരുന്നില്ല. അങ്കമാലിയിൽ നിന്ന് മാറി ബോംബെയിലേക്ക് പോകുന്നത് പറയുമ്പോൾ അദ്ദേഹവും സന്തോഷമായിരുന്നു. നേരത്തെ അദ്ദേഹത്തോട് സെമിനാരിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതോടുമ്പോൾ വലിയ സന്തോഷം. അപ്പോൾ അവിടെ നിന്നിട്ട് അന്നേരം ഈ കോളേജിൽ കടയിലിട്ട് ബെനിഫിഷ്യറിയുടെ മീറ്റിംഗ് വാർഷിക കോൺഫറൻസ് നടക്കുന്ന അവസരത്തിൽ അന്നേരം ഞാൻ സെമിനാരി അഡ്മിഷൻ കിട്ടിയത്. അത് ഡിസംബറിൽ ഒരു സമയത്ത് ആ വെക്കേഷൻ്റെ സമയം. അപ്പോൾ അവിടെ ചെന്ന് തിരുവിനോട് പറഞ്ഞപ്പോഴത്തേക്ക് തിരുവിനെ അവിടെ നിന്നുകൊണ്ട് എൻ്റെ തോളെ കുറിച്ചുകൊണ്ട് ഈ അച്ഛനാണ് ജോണിന് സെമിനാറിൻ്റെ അഡ്മിഷൻ കിട്ടി. സെമിനാറിൻ്റെ അഡ്മിഷൻ കിട്ടി. ഭയങ്കര സന്തോഷം. എന്താണ് ആ സന്തോഷം എന്ന് പറയുന്നത്? ഒരു മനുഷ്യന് എന്തെങ്കിലും ഗുണമുണ്ടാകുമ്പോൾ അത് മക്കളാകട്ടെ, കൊച്ചുമക്കളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ശിഷ്യന്മാരാകട്ടെ, ആരാണെങ്കിലും നമ്മിൽ നിന്ന് നന്മയുണ്ടാകുമ്പോൾ, അതല്ല അവർക്കൊരു നന്മയുണ്ടാകുമ്പോൾ ആ നന്മ കണ്ട് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ BA പഠിച്ച് ജീവിച്ചു വന്ന് തിരിച്ചു സെമിനാരിൽ ചോദിച്ചത് പഠിപ്പിക്കാനായി. അപ്പോൾ അങ്ങനെ തിരുമേനിയെ കാണുന്നു. ദേവലോക ബാബയുടെ പെരുന്നാളായിരുന്നു. പെരുന്നാളിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ കമ്പ് വിളിക്കുന്നതോട് ഞാൻ വരുന്നു. തിരുവനന്തപുരം പ്രവർത്തനത്തിൽ നിർത്തി പറയാം, അച്ഛാ എന്തെങ്കിലും പ്രയാസം എവിടെയും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മാനമാണ്. എന്നാൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഞാനിവിടെ സെമിനാരി പഠിപ്പിക്കാനോ അവിടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിൽ എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ എൻ്റെ ആഗ്രഹം അനുസരിച്ച് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല എങ്കിൽ എൻ്റെ അടുത്ത് വരണമെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നത്. ഇത്രമാത്രം സ്നേഹത്തോടുകൂടി എന്നെ കരുതിയ, നിങ്ങളിൽ പലരെയും കരുതിയിട്ടുള്ള നിങ്ങളുടെ കുടുംബാംഗമായ നമ്മളുടെ കുടുംബാംഗമായ പ്രിയപ്പെട്ട അഭിമന്യ പരിശുദ്ധനായ തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിൽ വലിയ സന്തോഷം. അതേപോലെ തന്നെയാണ് തിരുമേനി. ഞാൻ സെമിനാരി ചേരുന്നതിന് മുമ്പേ ബദനി ആശ്രമത്തിൽ പോയി താമസിക്കുന്നതായിരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തിൽ 1 വർഷം കഴിഞ്ഞ് സെമിനാരി ചേർന്നു. അപ്പോൾ അതിന് മുമ്പ് ഇദ്ദേഹത്തെ അറിയാം. ആ യൂഹാനെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങിലൊക്കെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ധ്യാന പ്രസംഗം നടത്താനായിട്ടൊക്കെ വരും. തിരുവല്ലയിലെ ബാലികാപുരത്തിൽ വെച്ച് 1974 ഒരു 75 ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസാണ്. ആ കോൺഫറൻസിൽ ഞാൻ സംബന്ധിച്ചു. അന്ന് ധ്യാനം നയിച്ചത് ആവോ യൂഹാനായിരുന്നു. ബഹുമാനപ്പെട്ട യൂഹാനൻ അച്ഛനായിരുന്നു കലാശാസ്ത്രിയിൽ. അദ്ദേഹത്തിൻ്റെ അടുത്തിലാണ് ഞാൻ കുമ്പസാരിച്ചത്. വളരെ സൗമ്യമായിട്ട്, വളരെ ശാന്തമായിട്ട് അദ്ദേഹം വന്ന് ആ ആരാധന നടത്തുകയും അദ്ദേഹം വന്ന് ജ്ഞാനപ്രസംഗം നടത്തുകയും കുമ്പസാരിപ്പിക്കുകയും ചെയ്തപ്പോൾ എന്നെപ്പോലുള്ള ഞങ്ങളൊക്കെ BSc ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അനേക വിദ്യാർത്ഥികളുടെ മനസ്സിൽ ദൈവസ്നേഹം ഉണ്ടാക്കുവാൻ, അനേക വിദ്യാർത്ഥികളുടെ മനസ്സിൽ യഥാർത്ഥത്തിലുള്ള അനുഭാവം ഉണ്ടാക്കുവാൻ, അനേക വിദ്യാർത്ഥികളുടെ മനസ്സിൽ ദൈവത്തോടും കുടുംബത്തോടുമുള്ള ഭക്തി വളർത്തിയെടുക്കുവാൻ അഭിമന്യ അത്താനാസ്യോസ് തിരുമേനിയുടെ ധ്യാനപ്രസംഗങ്ങൾക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് സെമിനാരിൽ അഡ്മിഷനായി കഴിയുമ്പോൾ ഞാൻ ബദനിയിൽ താമസിക്കാം. അദ്ദേഹത്തെ കൈപിടിച്ചെന്ന് പറഞ്ഞാൽ ഇത് അടുത്തോടെ കഴിഞ്ഞ് ചെയ്തു വരണം, ആശ്രമത്തിൽ ചേർന്നതൊക്കെ.
പറഞ്ഞിരുന്നതാണ്. അദ്ദേഹം മെത്രാപ്പൊലീത്തയായി അസുഖമായി 52 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന 1980 അദ്ദേഹം കാലം ചെയ്തു. കാലം ചെയ്യുന്ന അവസരത്തിൽ അതിന് മുമ്പും നമ്മുടെ ആശുപത്രിയിൽ അദ്ദേഹമായിരിക്കുന്ന രോഗിയായിരിക്കുന്ന അവസരത്തിൽ ചെന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹം കൈപിടിച്ച് തലയ്ക്ക് പിടിച്ച് ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ തീരെ ഇല്ലാതെ നമുക്കറിയാം ക്യാൻസറായിരുന്നു അദ്ദേഹം. അതിൻ്റെ വേദന സഹിച്ചുകൊണ്ടാണ് തങ്ങളുടെ ആശുപത്രിയിൽ നിൽക്കുന്നത്. ഒരു സഹനത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ഉയർന്നു വരുവാനായിട്ട് സാധിച്ച ആളാണ് അഭിമന്യ അത്തനാസിനെയും അദ്ദേഹവും രജനി ആ സമയത്തിലേക്ക് വളരെയിരിക്കുന്നു. ഈ വിദ്യാർത്ഥിമാരൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറിയുന്നത് പ്രായമായ ആളുകളൊക്കെ അവർ നേരിട്ട് പരിചയമുണ്ടായിരുന്നവരാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ആയിരിക്കുന്നവരെ പോലെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് ഈ പിതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അത് നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുന്ന ഒരു പാരമ്പര്യം. ആ പാരമ്പര്യത്തിൻ്റെ അംശങ്ങളായിട്ടും ഭാഗങ്ങളായിട്ടുമാണ് നാം ഓരോരുത്തരും ആയിത്തീരുന്നത്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് കിട്ടുന്നതായ നല്ല അവസരങ്ങൾ, ഇവരെ അനുസ്മരിക്കുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ ഒക്കെ ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ കുറേ അധികം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രായമുള്ള അമ്മച്ചിമാരുടെ ഉണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതങ്ങളുണ്ട്. ഈ കോവിഡ് വന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 2018 മുതൽ 2023 വരെ ഉണ്ടായിരുന്നു. 3 വർഷത്തോളം കോവിഡിൻ്റെ മഹാമാരിയിൽ നിന്ന് പല അവസരങ്ങളിലുണ്ടായ വലിയൊരു പ്രതിസന്ധി. വിദേശത്തുള്ള പല ആളുകളും ഇവിടെ വന്ന് മാതാപിതാക്കളെ സന്ദർശിക്കാനായിട്ട് ഒക്കുന്നില്ല. അപ്പോൾ അവർ ഫോൺ ചെയ്തിട്ട് പറയും, അച്ഛൻ ഞങ്ങൾക്ക് വരാൻ ഒക്കുന്നില്ല, വീട്ടിൽ ചെന്ന് അമ്മയോടിയാ മാവേലിക്കില്ല ഒഴിയാവില്ല, അവിടെ ചെന്ന് അമ്മയോട് കാണണം. അമ്മയ്ക്കൊന്ന് ഭയങ്കര പ്രയാസമാണ്. അച്ചാച്ചൻ നേരത്തെ വിളിച്ചു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അടുത്ത മാസം മോൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന, പക്ഷെ കാണാനായിട്ട് സാധിക്കുന്നില്ല. 1 വർഷം കാണുന്നില്ല, 2 വർഷമായിട്ട് കാണുന്നില്ല. ആ ഏകാന്തതയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന വിഷമം. അതേപോലെ തന്നെ അവിടെ ചെന്ന് ഈ മാതാപിതാക്കളെ ആരെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ അപ്പൻ മാത്രമേ കാണുള്ളൂ, ചിലപ്പോൾ അമ്മ മാത്രമേ കാണുള്ളൂ, ചിലപ്പോൾ 2 പേരും കാണും. അവരവിടെ ഇരിക്കുക, ആരുമായിട്ട് ഒന്നും ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ല, വിളിക്കാനായിട്ട് സാധിക്കുന്നില്ല, ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കത്തില്ല, പുറത്തിറങ്ങാനായിട്ട് സാധിക്കത്തില്ല. ആ ഏകാന്തതയിൽ ഇരിക്കുന്നു. അവരെ ചില കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്ര തീവ്രമാണ് ആ ഏകാന്തത എന്ന് പറയുന്നത്. അതേ അവസരങ്ങളിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന നമ്മൾ ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, മറ്റുള്ളവരെ നമ്മൾ കാണണം. അത് നമ്മുടെ മാതാവാകാം, നമ്മുടെ പിതാവാകാം, നമ്മുടെ സഹോദരങ്ങളാകാം, വല്യപ്പച്ചനാകാം, അമ്മകളാകാം, ആൻറ്റിയാകാം. അതിലാരെങ്കിലുമാണ് ഒറ്റപ്പെട്ടു പോകുന്നതായ ജീവിതങ്ങളുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ആളുകളുണ്ട്. രോഗത്തിനടുക്കുന്നതായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സന്ദർശിക്കാനായിട്ട് അവർക്കൊരു വാക്ക് നമ്മുടെ കഥ പറയുന്നില്ല, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ തന്നെ വന്ന് കണ്ടു. ഈ കോവിഡിന്റെ സമയത്ത് വാസ്തവത്തെ സംബന്ധിച്ച് എന്താ പറയുന്നത്, ഏർപ്പെടുത്തിയതെന്തോ നിരോധനം, നമ്മൾ ലോക്ക്ഡൗൺ ആവുന്ന സമയത്ത് കിടക്കുന്ന ഒരു തൈക്ക് പറഞ്ഞാൽ ബന്ധനങ്ങളെ ഇവിടെ കോട്ടയത്ത് താമസിച്ചിരിക്കുന്ന ആൾ അങ്ങോട്ട് മാറപ്പെട്ടു. പോലീസുകാരനെ കഴിച്ച് ഇടവഴിക്കൂടൊക്കെ കയറി സ്കൂട്ടറെ മാറ്റും, 2 പേരും ഒന്നിച്ച് കാറായിരിക്കുന്നു, മാറപ്പെട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ ബന്ധനങ്ങളെ. ആ അവസരത്തിൽ എന്തായാലും മനുഷ്യൻ അനുഭവിച്ചത്, അത് അനുഭവിക്കുന്നതായ ജീവിതങ്ങൾ ഇന്നും നമ്മളുടെ സമൂഹത്തിലുണ്ട്, നമ്മളുടെ ഇടയിലുണ്ട്. നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നില്ലേ, പ്രായമുള്ള ആളുകൾ ചിലപ്പോൾ മരിച്ചു പോകുന്നു. ഹൃദയം പൊട്ടിയാണ് മരിക്കുന്നത്, വേദനിച്ചാണ് മരിക്കുന്നത്. അന്ന് കോവിഡിന്റെ സമയത്തുണ്ടായിരുന്ന വേറൊരു വലിയ പ്രയാസമായിരുന്നു ഈ ആളുകൾക്ക്. മരിച്ച് പ്രായമുള്ള ആളുകൾക്കുണ്ടായിരുന്ന അനുഭവിച്ചിരുന്ന ഒരു പ്രയാസം, മരിച്ചു കഴിഞ്ഞാൽ അയ്യോ ശവടന് കാര്യം വരത്തില്ലേ, മക്കൾക്ക് ഉമ്മ വെക്കാൻ ഒക്കത്തില്ലേ, ഈ വലിയ ഇതിനകത്ത് കേട്ടിട്ട് മുറച്ചൊക്കെ വെച്ചില്ലേ, ഉള്ളിലൊരു ഒരു പ്ലാസ്റ്റിക്കും കാണും. അങ്ങനെ കിടക്കുന്ന അവസ്ഥയല്ലേ. പിന്നെ പറയുന്ന എന്താ, പിടിപ്പിച്ച് കളയണം, ഇതൊക്കത്തില്ല. അത് കഴിഞ്ഞ് പറഞ്ഞിരുന്ന 10 അടി ആഴത്തിൽ കുഴിയെടുക്കണം, എന്നിട്ട് ആ കുഴിയിലിടണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും മനുഷ്യന് കേൾക്കുമ്പോൾ  അത് വിഷമമാണ്. അധികം പ്രായമായവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ.
ഓരോരുത്തർക്കും നാളെ ഞാൻ മരിച്ചു പോകുന്ന ഉടനെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ആകുല ചിന്ത. എങ്ങനെയായിരിക്കും ശ്രമം? ഒരാൾക്ക് ചെലവിയായിരിക്കുന്നില്ല. എൻ്റെ അടക്കത്തിന് അമേരിക്കയിലുള്ളവർ വരണം, കാനഡയിലുള്ളവർ വരണം, ഓസ്ട്രേലിയയിലുള്ളവർ വരണം, അവിടുത്തെ ലോകത്തുള്ള മനുഷ്യരുള്ള എന്നെ പണ്ട് കണ്ടിട്ടുള്ള ആളുകളെല്ലാം വരണം അടക്കത്തിൽ ഒന്ന് സംബന്ധിക്കണമെന്ന്. ആ ഒന്നും ഒക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു നിരാശ വരിക. ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായ ആളുകൾ കുടുംബങ്ങളിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും. ഇനി ഈ പ്രായമുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ ഒറ്റപ്പെടലെന്ന് പറയുന്നത്, ചെറുപ്പക്കാർക്കുമുണ്ട്, കുട്ടികളുടെ ഇടയിലുമുണ്ട്, യൗവനക്കാരുടെ ഇടയിലുമുണ്ട്. ആ ലോൺലിനെസ്സിന്റെ വേദന. ചിലർക്കൊക്കെ തന്നെ ഇരിക്കാൻ ആഗ്രഹമാണ്. ചില സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും തന്നെ ഇരുന്നാൽ മതി, തന്നെത്താൻ എന്നെ പോയി ഒരു ലോൺലിയായി ആരും കാണാതെ പോയിരിക്കണമെന്നും ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കണമെന്നും ഒക്കെ ഉള്ള ആഗ്രഹം അന്നേരക്കറികളൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അതൊന്നും അല്ല. അതല്ലാതെ തന്നെ ഫോഴ്സ്ഡായിട്ട് ലോൺലിനെസ് ആകുന്നതായ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവർ മരിച്ചു പോകുന്ന അവസരത്തിൽ, വഴക്കുണ്ടാകുന്നതായ അവസരത്തിൽ, വേറെന്തെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുന്നതായ അവസരത്തിൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു അവസരങ്ങളില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, കോട്ടയത്ത് തന്നെ ഉണ്ടല്ലോ, ഒരു സ്ത്രീ 2 മക്കളെ കൊണ്ട് ട്രെയിനിന്റെ മുന്നേ ചാടിയിട്ട് പുള്ളിക്കാരുടെ പേര് ഷൈനി. അറിയാ ഈ വിമാനത്തിലൂടെ ചാടി. അത് കഴിഞ്ഞ് വേറൊരു അഡ്വക്കേറ്റ് മരിച്ചില്ല. അതും 2 പിള്ളേരും കൊണ്ടല്ലേ വെള്ളത്തിൽ ആക്കി ചാടി മരിച്ചത്. ഒരു തരത്തിൽ അത് എന്താ സംഭവിച്ചേക്കുന്നത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മളെപ്പോലുള്ള ആളല്ലേ? ആ വക്കീലിനെ നേരിട്ട് കാണുന്ന ആളുകളുണ്ട്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വക്കീല് 2 കുഴികളും എടുത്ത് വെള്ളത്തിൽ ചാടി മരിച്ചു. ആത്മഹത്യയൊന്നും പരിഹാരമല്ല. പക്ഷേ അവരത് ചെയ്യേണ്ടതായ അവസ്ഥ വന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ സൂയിസൈഡ് നടക്കുന്നുണ്ട്. കണക്ക് നോക്കിക്കഴിഞ്ഞാൽ more than 30% of the suicide in India is because of domestic violence. കുടുംബത്തിലുണ്ടാകുന്ന കലഹം കൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന ടോർച്ചർ കൊണ്ട്, അത് മാനസികമാകാം, ശാരീരികമാകാം. ആ ടോർച്ചർ കൊണ്ടാണ് 30%-ലധികം സൂയിസൈഡ് നടക്കുന്നത്. ഈ 2 പേരുടെയും സൂയിസൈഡ് നമ്മൾ നോക്കിയാൽ, ആ 2 സൂയിസൈഡും കുടുംബത്തിലുണ്ടായ ടോർച്ചറുകൊണ്ടാണ്. അത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാകാം, അപ്പൻ്റെ ഭാഗത്തു നിന്നാകാം, അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്നാകാം, അമ്മയുടെ നിസ്സംഗത കൊണ്ടാകാം. ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? നമ്മൾ നോക്കുന്നവരെ 15-ാം നൂറ്റാണ്ടിനേക്കാൾ കൂടുതൽ പുരോഗതി നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ക്രൂരതകൾ ഇന്നും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ ഒരു സ്ത്രീ മരിച്ച്, അവർക്ക് 2 മക്കളും ഒരു ഒറ്റമുണ്ട്. ആ സ്ത്രീ എങ്ങനെയാണ് മരിച്ചത്? ഒരു പെണ്ണ് ചെറുപ്പക്കാരി. അവർക്ക് അവരുടെ അമ്മായിയമ്മയും ഭർത്താവും ഭക്ഷണമൊന്നും കൊടുക്കാതെ പട്ടിണിയിട്ടു. കായംകുളത്തോ വേദാപ്പള്ളിയിലോ കണ്ടില്ലായിരുന്നു ആ സംഭവം. പത്രത്തിൽ വരുന്നതല്ലേ. ഒരു വീട്ടിലാണ് ഒരു സ്ത്രീ, അവർക്ക് മകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ആ ഒരു അവസരത്തിൽ ആ സ്ത്രീയെ വീട്ടിൽ അടച്ചിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതെ ഇട്ടു. ആ പുള്ളിക്കാരി മരിച്ചു. ആർക്കും ഒരു കുഴപ്പമില്ല. 10-15 വർഷം ഭക്ഷണം കഴിക്കാതെ കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് മകളെ പ്രസവിക്കുന്ന അവസരത്തിൽ അവർക്ക് 48 കിലോയുടെ ഭാരം ഉണ്ടായിരുന്നു. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഡെഡ് ബോഡി നോക്കുമ്പോൾ 22 കിലോ 24 കിലോയേ ഉള്ളൂ. എന്താ സംഭവിച്ച? ആഹാരം കഴിക്കാതെ കിടന്നു. ആരാണ് ആ ക്രൂരത ചെയ്തത്? അവരുടെ കുടുംബത്തിനല്ലേ. അവർക്കുണ്ട് കുടുംബ ചരിത്രം, കുടുംബ യോഗങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ആ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ ഭക്ഷണമില്ലാതെ മരിക്കേണ്ടി വന്നത്. നോക്കുന്നവരെ അവർക്ക് വയറ്റിൽ ഒന്നുമില്ല, ഒരാഹാരമില്ല അവരുടെ ആമാശയത്തിൽ. അങ്ങനെ കൊല്ലുന്ന ക്രൂരത നടക്കുന്ന ലോകത്തിലാണ്, സമൂഹത്തിലാണ്, ആളുകളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. കുടുംബത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. അപ്പനെ കാണും സ്നേഹത്തോടുകൂടി,
അമ്മയെ കാണണം സ്നേഹത്തോടുകൂടി, മക്കളെ കാണണം സ്നേഹത്തോടുകൂടി, മരുമകളെ കാണണം, മരുമകനെ കാണണം. എല്ലാവരും നമ്മളുടെ മക്കളാണ്, നമ്മളുടെ രക്തത്തിന്റെ ഭാഗമാണ്. നമ്മളുടെ രക്തത്തിൽ നിന്നുള്ള രക്തവും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ്. ആ ഒരു സ്ത്രീയാണ് പട്ടിണിക്കിട്ട് കൊല്ലുന്നത്. എന്താ കാര്യം? 2 ലക്ഷം രൂപ സ്ത്രീധനം പറഞ്ഞു, അത് കൊടുത്തില്ല. അവളുടെ അപ്പനും അമ്മയ്ക്ക് നിവൃത്തിയില്ല കൊടുക്കാൻ. ആ സ്ത്രീധനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കിടന്നിരുന്ന ഒരു ഭാര്യയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തൊരു അന്യായമാണ് കാണിക്കുന്നത് ഈ മനുഷ്യൻ. കുഞ്ഞിന്റെ അമ്മയെ കൊല്ലുന്നു, മരുമകളായിട്ട് വീട്ടിൽ വന്ന വ്യക്തിയെ കൊല്ലുകയാണ്. അതൊക്കെ ക്രൂരതയല്ലേ കാണിക്കുന്നത്? ഇതുപോലുള്ള തിന്മകൾ ഇന്നും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ, അസംസ്കൃതരായ മനുഷ്യരുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആ ക്രൂരത സംസ്കൃതരെന്ന, സംസ്കാരമുള്ളവരെന്ന, വിദ്യാഭ്യാസമുള്ളവരെന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ ഇടയിലാണ് നടക്കുന്നത്. ദ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ അഭിമാനത്തോട് നമ്മൾ പറയുന്ന കോട്ടയത്താണ് അടുത്തയിടെ ഈ അമ്മയും 2 കുഞ്ഞുങ്ങളും, 2 അമ്മമാരും 2 കുഞ്ഞുങ്ങളും മോദികം അവർ മരിച്ചത്, അതിനിടയായത്. ആരോടൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ അത് സംസാരിക്കണം. വൈദികരുടെ അടുത്ത് പോയി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് വിളിക്കുന്ന വൈദികർക്ക് കുഴപ്പമാണോ? അങ്ങനെ പോകണ്ട. വീട്ടിലുണ്ടെന്ന ആളുകൾ, അല്ലെങ്കിൽ സംസാരിക്കാവുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ അടുത്ത് സംസാരിക്കണം. ഏത് കുടുംബത്തിലാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും പരിഹാരമില്ലാത്തതായ ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും, സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ടാകും, സാമ്പത്തികമായ പ്രയാസം, പ്രതിസന്ധി, അതേ അവസരങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ജോലിയില്ലാത്ത അവസ്ഥ ഉണ്ടാവും. പക്ഷെ ആ അവസ്ഥകളെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഏത് രീതിയിലുള്ള പ്രയാസമാണെങ്കിലും ആ പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. 2 ദിവസമല്ലേ TV യിൽ കാണുന്നുള്ളൂ. ഇത് മക്കളുടെ മാത്രമല്ല, വല്യമ്മമാർ, പ്രായമായ അമ്മച്ചിമാർ, വീട്ടിലുള്ളവർ, അവരെ പട്ടിണിക്കിടുക, അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവരെ തല്ലുക, അവർ മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വഴക്കുണ്ടാക്കുക. എന്താ? അമ്മ രാത്രിയിൽ കിടന്ന് മൂത്രമൊഴിച്ചു, അതുപോലെ രാവിലെ ഇരുന്ന അമ്മ തല്ലുക. എന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾ ശിശുക്ഷേമ സമിതി, സമിതിയൊന്നുമില്ല, ശിശുക്കളെ വളർത്തുന്ന തിരുവനന്തപുരത്തുള്ള അവിടെ ഒരു പെൺകുട്ടി, 2 വയസ്സൊക്കെ ഉള്ളൂ, 1 വയസ്സോ 2 വയസ്സോ ഉള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി രാത്രി മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് കട്ടിൽ തരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ നോക്കുന്ന ആയമാരെ അതിൻ്റെ തുടക്കി അതിൻ്റെ നഖം വെച്ച് കുതിൽ വീഴ്ത്തുക. എന്ത് ക്രൂരതയായി ഈ സ്ത്രീ കാണിക്കുന്നത്. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇത് 2 മാസത്തിന് മുമ്പ് ഇതുപോലുള്ള ഒരു സംഭവം ആ ശിശു തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അത് എന്താ ഇവർക്ക് ന്യായമാരാണെന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷിക്കുന്നത്? അപ്പനെ കൊല്ലുന്നവർ, അമ്മായിയപ്പനെ കൊല്ലുന്നവർ, അവർ ഓശാന പാടുന്ന ആളുകൾ, എന്തെല്ലാം ക്രൂരത കാണിച്ചാൽ എല്ലാ ക്രിമിനലിനെയും രക്ഷിക്കാനായിട്ട് നടക്കുന്ന ആവൂർ എന്ന് പറയുന്ന ഒരു വക്കീൽ, അയാളെന്നാൽ ഇങ്ങനെ അങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇതൊക്കെ എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല. അതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. ഒന്നുകിൽ രാഷ്ട്രീയം കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂരിലെ എറണാകുളത്ത് എന്താ 5 ഫ്ലാറ്റ്, ഒരു വീട്ടിൽ എത്ര 5 നിലകളുണ്ട്, 20 ഫ്ലാറ്റുകളുണ്ട്, നമ്പർ കൊടുക്കുന്ന വില്ലേജ് ഓഫീസറുണ്ട്. എന്ത് അന്യായമായിട്ടാണ് ഇങ്ങനെ ആർത്തിയായിരുന്നൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. അതല്ല, കെട്ടിടത്തിന്റെ നമ്പർ കിട്ടണമെങ്കിൽ ഒരെണ്ണത്തിന് 5000 രൂപ വെച്ച് 20 എണ്ണത്തിന് 1 ലക്ഷം രൂപ തരണം. ഒരു സ്ത്രീയാണ് ഓർക്കുന്നത്, 45 വയസ്സിന്റെ ഒരു സ്ത്രീ. അവരില്ലേ എന്തായാലും എന്ത് ചുമതലയാണെങ്കിലും എന്താ അസിസ്റ്റന്റ് ഓഫീസറാണ്. അവർ പറഞ്ഞു ഇത്രയും തരണം, 1 ലക്ഷം രൂപ തന്നതിനെ നമ്പർ ഇട്ട് തരത്തുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞു നെഗോഷിയേറ്റ് ചെയ്ത് 50,000 തരാമെന്ന് പറഞ്ഞു. ഒക്കത്തില്ല. 20,000 വരാമെന്ന് പറഞ്ഞു. ഒക്കത്തില്ല. അവസാനം 15,000 സമ്മതിച്ചു. ആ കാശ് വാങ്ങാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന 2 കൊച്ചു പിള്ളേരെയുണ്ട്. പ്രൈമറി സ്കൂളിൽ ആ പിള്ളേർ പഠിക്കുന്നത്. ആ പിള്ളേരെ കൊണ്ടാണ് ഈ സ്ത്രീ കാറിൽ വൈദ്യുതി നോക്കിയിരുന്നത് കാശ് കൊടുക്കാനായിട്ട്.
അപ്പോൾ കാശ് കൊടുക്കുമ്പോൾ വിജിലൻസുകാർ പിടിച്ചു കഴിയുന്നുണ്ടെങ്കിൽ പറയുന്നത് അയ്യോ പറയില്ല എൻ്റെ ഫോട്ടോ എടുക്കരുത് സാറേ അമ്മയോട് ഫോട്ടോ എടുക്കണ്ടാവും ഈ തോന്നിയത് മുഴുവൻ കാണിച്ചത് യാതൊരു കുഴപ്പമില്ല. ഫോട്ടോഗ്രാഫർ നമ്മൾ ഫോട്ടോ എടുക്കും, മനോരമ കണ്ടിട്ട് ആ ഫോട്ടോ ഇങ്ങനെ ചെയ്യാനിരിക്കുന്നു. അവരുടെ ആഗ്രഹം അത്രയും ഉണ്ടായിരുന്നു. ഈ കാശ് വാങ്ങിച്ചത് കാശ് കൊടുക്കുമ്പോൾ അല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്താ? അവരുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ വരും, ടി വിയിൽ വരും എന്നുള്ളതാണ് അവർക്ക് നാളെ. ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് വന്ന കാറിൽ ഇരുന്ന് കാശ് കൈക്കൂലി വാങ്ങിക്കുന്നതിന് ആസ്വദിക്കുന്ന യാതൊരു ഉടുപ്പുമില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്തൊരു അന്യായമാണ് കാണിക്കുന്നത്. ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതുപോലുള്ള ആളുകൾ ഈ സമൂഹത്തിന് ശാപമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. എന്തിനായിരിക്കും കാശ് വാങ്ങിക്കുന്നത്? ആർത്തനുസരിച്ച് എന്താ അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട്. അതായത് ഉദ്ദേശം. ഇങ്ങനെ കൈക്കൂലി കിട്ടിയാൽ ആ കൈക്കൂലി കൊണ്ട് നേരെ ഊട്ടിക്ക് പോവാം, അല്ലെങ്കിൽ നേരെ കൊടൈക്കനാലിന് പോവാം, അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി അഭിമാനിക്കാം. അതിനുവേണ്ടി ഈ പാവ പിടിച്ചവനെ എപ്പോഴും ഈ കാശ് വാങ്ങിക്കുന്നത്. അവർ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഇത്രയും 50 ലക്ഷം രൂപ മുടക്കി ഫ്ലാറ്റ് കൊടുത്തപ്പോൾ ഒരു 5000 രൂപയല്ലേ ഞാൻ വിളിച്ചോളാം വാങ്ങിയില്ല. അറിയാതെ 50 ലക്ഷം മുടക്കി ഫ്ലാറ്റ് വാങ്ങിക്കുന്ന ആൾക്ക് 5000 രൂപ ഇവർക്ക് കൊടുത്തിട്ട് അതിനെ നമ്പറിട്ട് വാങ്ങിപ്പിക്കുമോ? അത് ന്യായമല്ലേ എന്നാണ് അവരുടെ ചോദ്യം. അന്യായമാണെന്ന് നമ്മളെല്ലാവരും പറയുന്നു. നിങ്ങൾ തീരുമാനിക്കുന്നത് ന്യായമാണ്, അന്യായമാണ്. ഇതാണ് ഇന്ന് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് എങ്ങനെയാണ് കണക്കാക്കാതെ അവർ പോവുക. അത് കഴിഞ്ഞാണ് ഏറ്റവും ക്രൂരമായ വേറെ ചില സംഭവങ്ങൾ നമ്മളുടെ ഇടയിൽ നടക്കുന്നത്. ഇന്നലെ ഞാൻ മാതൃഭൂമിയിലൊക്കെ വന്നല്ലോ ഒരു വാർത്ത. കോഴിക്കോട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറെ വെടിവെച്ച് കൊന്ന ആളിനെ പിടിച്ചു. ആരാ വെടിവെച്ച് കൊന്നതെന്ന് അറിയാമോ? അയാളുടെ ഭാര്യയും അവരുടെ കാമുകനും കൂടെ ചേർന്നു. ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളുള്ളതായ ഒരു കുടുംബനാഥ കാമുകന്റെ കൂടെ പോകുവാനായിട്ട്, ജീവിതം അവിടെ ചെയ്യാനായിട്ട് ഭർത്താവിനെ വെടിവെച്ച് കൊന്നു, കാമുകനെ കൂട്ടുപിടിച്ചു. ഇതുപോലുള്ള കുറേയധികം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആലപ്പുഴ ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നേച്ച് കാമുകന്റെ കൂടെ ഓടിപ്പോകാനായിട്ട് കുഞ്ഞിനെ കൊന്നണം, കുഞ്ഞിനോട് വരണ്ടാന്നോ പറഞ്ഞു. ഭർത്താവ് ഒരു ശല്യമായിട്ട് തോന്നി കാമുകന്റെ കൂടെ പോകുവാനായിട്ട്. ആ സ്ത്രീ അതിനെ തളർന്നു. ഇവരുടെ ഞാൻ ഇതൊക്കെ ചെയ്ത് ആരും പിടിച്ചിട്ടില്ല, അറിയത്തില്ലെന്നാണ്. ഇതൊക്കെ അറിയത്തില്ലേ? എല്ലാ കാണുന്നവനായ ദൈവമില്ലേ? അനീതി കാണിച്ചാൽ, അധർമ്മം കാണിച്ചാൽ, അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിന് ശിക്ഷയുണ്ടാകും, അതിന് പ്രതികാരം ഉണ്ടാകും. ആ മനുഷ്യൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. രണ്ടുപേരും ഒരു പാർട്ടിയുടെ അംഗങ്ങളാണ്. ഈ പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇന്നത് നേതൃത്വം പാർട്ടിക്കാരായിരുന്നു. അയാളൊരു സെക്രട്ടറി, മറ്റേ അവരും അതിൻ്റെ വലിയ പ്രവർത്തകരൊക്കെ ആയിരുന്നു. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒന്നിച്ച് ജീവിച്ച് അനുഗ്രഹമായ ദാമ്പത്യ ജീവിതം എല്ലാവരും വാടി കൊടുത്തി. അത് കഴിഞ്ഞപ്പോഴാണ് അയാൾ മുടിയേറ്റ് മരിച്ചു. ആത്മഹത്യയാണെന്നൊക്കെ ആദ്യം പറഞ്ഞത്. അവസാനം അന്വേഷിച്ച് വന്നപ്പോഴാണ് കള്ളി എന്ന് വിളിച്ച് താഴ്ന്നു. ഫോൺ സംഭാഷണങ്ങൾ, ഫോണിലൂടെ പറയുന്ന ഒരു കാര്യം രഹസ്യമല്ല, വാട്സപ്പിലൂടെ പറഞ്ഞാലും രഹസ്യമാണെന്ന് വിചാരിക്കാവുന്നതല്ല. എല്ലാം ട്രേസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓരോ സംഭാഷണവും, ഓരോരുത്തരുടെയും മൂവ്മെൻറ്റ്സും, ഓരോരുത്തരും എവിടെയായിരുന്നു, ഇന്നലെ വൈകിട്ട് ഞാൻ എവിടെയായിരുന്നു എൻ്റെ ഫോണിൽ നോക്കി കണ്ടുപിടിക്കാനായിട്ട് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കും. നാളെ ഞാൻ എവിടെയായിരുന്നു നാളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒന്നും രഹസ്യമല്ല ഈ ലോകത്ത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതായ ഒരു കാര്യവും രഹസ്യമല്ല. എല്ലാം പകൽ പോലെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. അതാണ് ഇന്ന് സംഭവിച്ചത്. ആ ഡ്രൈവറെ പിടിച്ചു, ഡ്രൈവറെ കൊന്നയാളെ പിടിച്ചു, അയാളുടെ ഭാര്യയെ പിടിച്ചു, കോടതി റിമാൻഡ് ജയിലിൽ കിടക്കുകയാണ്. ഇങ്ങനെയാണ് ഓരോ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങളോട് ഞാൻ ഈ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബന്ധങ്ങൾ, ഹൃദയ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഭാവനമായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ഒരിക്കലൊരു ഭാര്യയുണ്ട്, ഒരിക്കലൊരു ഭർത്താവുണ്ട്, ഒരിക്കലൊരു ഭർത്താവുണ്ട്. അവരൊക്കെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ 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 നൽവരങ്ങളായിട്ട്, സമ്മാനങ്ങളായിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും. നമ്മുടെ മാതാപിതാക്കൾ അവരേത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവരെ സ്നേഹിക്കുവാൻ, അവരെ ആദരിക്കുവാൻ, അവരെ ബഹുമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. പൗലോസ്
എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുകയായുള്ള മക്കളെ, ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ദൈവം കൊടുക്കുന്ന ആദ്യത്തെ കൽപ്പന നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് മക്കളെ സംരക്ഷണയിലും ദൈവഭയത്തിലും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ കൊടുക്കണം, ഏറ്റവും സ്നേഹത്തോടുകൂടി അവരെ വളർത്തണം. പിഞ്ചു കുഞ്ഞുങ്ങളെ കെയർ ചെയ്യണം. പ്രായമാകുന്ന കുഞ്ഞുങ്ങളെ ഇപ്പം നമ്മൾ ഈ വെക്കേഷൻ്റെ സമയത്ത് തന്നെ കേൾക്കാതെ അമ്മ വീട്ടിൽ പോയി താമസിക്കാൻ പോയി. അമ്മ വീട്ടിൽ പോയതാ, അവിടെ ചെന്നാൽ അടുത്തുള്ള ആറ്റിച്ചാടണം, അല്ലെങ്കിൽ വീട്ടിലൊക്കെ കുടിക്കാനായിട്ട് മുങ്ങി വരിക്കുന്നു, ഡെഡ് ബോഡിയായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. കെയറില്ലാത്തതുകൊണ്ടല്ലേ, സൂക്ഷിക്കാത്തതുകൊണ്ടല്ലേ. 12 വയസ്സിൽ കുറവുള്ള പിള്ളേർ ആരും തന്നെ ലിഫ്റ്റിൽ കയറരുതെന്നാണ് നിയമം. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് കാറ് ഡ്രൈവ് ചെയ്യാനോ മോട്ടോർ ബൈക്ക് ഓടിക്കാനോ കൊടുക്കരുതെന്നാണ് നിയമം. അത് പാലിക്കാതെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നു. 18 വയസ്സുമായി ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ബൈക്ക് കൊടുക്കുന്നു, അവൻ ഇവിടെ കൊല്ലം ചുറ്റിക്കാറുണ്ട്. അവസാനം എന്താ സംഭവിക്കുന്ന ദൈവത്തിന് മാത്രം അറിയാം. ആ കുട്ടികളെ കെയർ ചെയ്യണം. അവർക്ക് 18 20 വയസ്സിൽ സ്ട്രിക്റ്റായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹത്തോടുകൂടി താലോലിച്ച് വളർത്തണം. അവർ പ്രായമാകുമ്പോൾ, നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളെ താലോലിച്ച് വളർത്താൻ അവർക്ക് സാധിക്കണം. 6 വയസ്സുള്ള കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ വേണം 80 വയസ്സുള്ള മാതാവിനെ സംരക്ഷിക്കുക. 80 85 വയസ്സാകുന്ന മാതാപിതാക്കളെ നമ്മുടെ വീട്ടിലുള്ള 4 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ, അവരെ കെയർ ചെയ്യുന്നത് പോലെ കെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. എടുത്തോണ്ട് നടന്നിട്ടുള്ള അമ്മയാണ്. അമ്മ അവസാനം എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. എടുത്തോണ്ട് നടക്കുന്ന അനേകം മക്കളുണ്ട്. അമ്മയ്ക്ക് പ്രായമാകുമ്പോൾ താലോലിച്ച് സ്നേഹത്തോടുകൂടി കാണുവാനായിട്ട് സാധിക്കണം. അധ്വാനിച്ച് വളർത്തിയ പിതാക്കന്മാരെ സ്നേഹത്തോടുകൂടി കാണുവാനായിട്ട് സാധിക്കണം. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ എല്ലാവരുമായ സ്നേഹത്തിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ സമയം എടുത്തെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ എല്ലാവർക്കും എല്ലാം നല്ല ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബയോഗത്തിൻ്റെ മീറ്റിങ്ങിന് വന്ന സമയത്ത് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ചുമതലക്കാരോടും പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഇതിൻ്റെ ചുമതലക്കാരോടും പ്രത്യേകിച്ച് ക്ഷണിച്ച തമ്പിയോടും ഉള്ളതായ സ്നേഹ ആദരവുകൾ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രസിഡന്റ് വാരിക്കാട്ട് കുടുംബത്തിൻ്റെ സെക്രട്ടറി തോമസ് ജേക്കബ്, നമ്മുടെ പ്രിയങ്കരനായ രക്ഷാധികാരി CM മാത്യു സാർ, അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളെ, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ജാൻസി, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള സഹോദരി സഹോദരങ്ങൾ, നമുക്ക് കഴിഞ്ഞ വർഷത്തെ വ്യത്യസ്തമായി ഒരു AC റൂമിൽ വന്നിരുന്ന് ഇത്രയും മനോഹരമായി സമ്മേളനം കൂടുവാനായിട്ട് കഴിഞ്ഞ വർഷമാണ് നമ്മൾ തീരുമാനിച്ചത്. പുത്തനങ്ങാടി കുരിശുപള്ളി ഹാളിൽ നിന്ന് ഒന്ന് മാറ്റി എവിടെയെങ്കിലും ഒരു AC ഹാള് എടുത്ത് വളരെ ശാന്തമായി നമുക്കിത് നടത്തണമെന്ന് ആലോചന